റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്താണ് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സിലായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി എന്താണ് റീപ്രൊഡക്ഷൻ ഹ്യൂമൻ ബീങ്സിലും ഇല്ലേ? ഉണ്ട് അല്ലേ? മനുഷ്യന്മാരിലും എന്താണ് ഈ റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനം ഉണ്ട് അല്ലേ? In higher organisms including human beings, specific organ system is developed to produce gametes. Analyze the illustration and notes given below and write the inference in your science diary. ഓക്കെ, അപ്പോൾ മനുഷ്യരുൾപ്പെടെയുള്ള ഉയർന്ന വിഭാഗം ഈ ഓർഗാനിസത്തിലും ഈ ലിംഗകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രത്യേക ഒരു അവയവ വ്യവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട് അല്ലേ? മനുഷ്യരിലെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ചിത്രീകരണവും കുറിപ്പും വിശകലനം ചെയ്ത് നിങ്ങൾ അതിന്റെ ഇൻഫറൻസ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് അല്ലേ? പുരുഷ പ്രത്യുൽപാദന അവസ്ഥ. ഓക്കെ ഓക്കെ, അപ്പോൾ അതിലെന്താണ് വാസ് ഡിഫറൻസ് പറയുന്നത്? വാസ് ഡിഫറൻസ് ബീജവാഹി എന്ന് പറയും കേട്ടോ. ദ ഡക്ട് ദാറ്റ് ക്യാരീസ് സ്പേംസ് ഫ്രം ദ ടെസ്റ്റ് ടു ദ യൂറിറ്റർ. ഇവിടെ പറയുന്നത്? ഈ ഡക്ട് ദാറ്റ് ക്യാരീസ് വൃഷ്ണങ്ങളിൽ നിന്ന് ഈ സ്പേംസിനെ യൂറിറ്ററിൽ എത്തിക്കുന്ന ഒരു കുഴലാണ് കേട്ടോ. ഇവിടെ പറയുന്നത്? ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ വൃഷ്ണങ്ങളിൽ നിന്ന് ഈ സ്പേംസിനെ ബീജങ്ങൾ യൂറിറ്ററിൽ എത്തിക്കുന്ന ഒരു കുഴലാണ് ഈ വാസ് ഡിഫറൻസ് ബീജവാഹി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്? പ്രൊഡ്യൂസസ് സെക്രീഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ദ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ദ ന്യൂട്രീഷൻ ആൻഡ് മൂവ്മെന്റ് ഓഫ് ഗാമേറ്റ്സ്. ഗാമേറ്റ്സിന്റെ ന്യൂട്രീഷനും അതുപോലെ മൂവ്മെന്റിനും വേണ്ടിയിട്ട് ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയ ഒരു ലിക്വിഡ് ഉൽപ്പാദിപ്പിക്കുന്നു ഇവിടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ. ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയ ഒരു ലിക്വിഡ് ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുകയാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്ന്. നെക്സ്റ്റ് പെന്നീസ്. പെന്നീസ് നോക്കൂ. Formed a specialized muscles and blood spaces, urine and semen come out through the duct inside the penis. It helps deposit sperms in the vagina. പ്രത്യേക തരം മസിൽസുകളും അതുപോലെ ബ്ലഡ് സ്പേസസും രക്ത അറകളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഇത് അല്ലെ. ഇതിനുള്ളിലെ ഈ നാളത്തിലൂടെ മൂത്രനാളിയിലൂടെ അതിലൂടെ മൂത്രവും ശുക്ലവും പുറത്തെത്തുന്നു. അതുപോലെ സ്പേംസിനെ ഈ വജിനയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അല്ലെ. ഈ പെന്നീസ് എന്ന് പറഞ്ഞാൽ ലിംഗം അല്ലെ. പ്രത്യേകതരം മസിൽസും അതുപോലെ ഈ ബ്ലഡ് സ്പേസസും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണിത്. ഇതിനുള്ളിലെ നാളത്തിലൂടെ ഈ മൂത്രനാളിയിലെ അതിലൂടെ ഈ യൂറിനും മൂത്രവും സെമൻ എന്ന് പറഞ്ഞാൽ ശുക്ലവും പുറത്തെത്തുന്നു അല്ലെ. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ടു ഡെപ്പോസിറ്റ് സ്പേംസ് ഇൻ ദ വജിന. ഈ സ്പേംസിനെ ഈ വജിനയിൽ നിക്ഷേപിക്കുന്നു പെന്നീസ് അല്ലെ. നെക്സ്റ്റ് ടെസ്റ്റിസ്. ടെസ്റ്റിസ്? വൃഷ്ണം എന്ന് പറയില്ലേ. ഈ seen inside the scrotal sac produces sperms and male hormones. ഈ വൃഷ്ണസഞ്ചിയിൽ സ്പേംസ് ആൻഡ് മെയിൽ ഹോർമോൺസ് എന്ന് പറയുന്നത് സ്ക്രോട്ടൽ സാക്കിലാണ് ഇത് കാണപ്പെടുന്നത് അല്ലെ. വൃഷ്ണസഞ്ചിക്കുള്ളിലാണ് ഇത് കാണപ്പെടുന്നത്. പ്രൊഡ്യൂസസ് സ്പേംസ് ആൻഡ് മെയിൽ ഹോർമോൺസ്. ഇവിടെ പറയുന്നത് മെയിൽ പ്രൊഡ്യൂസസ് സ്പേംസ് ആൻഡ് മെയിൽ ഹോർമോൺസ്. മെയിൽ ഹോർമോൺസും അതുപോലെ സ്പേംസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ബീജങ്ങളും പുരുഷ ഹോർമോണും ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സ്പേംസും മെയിൽ ഹോർമോൺസ് ആണ് ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി നോക്കൂ, സ്പേം എന്താന്ന് നോക്കാം നമുക്ക് അല്ലെ. സ്പേം എന്ന് പറഞ്ഞാൽ പൂമ്പീജം എന്താന്ന് നമുക്ക് നോക്കാം. സ്പേം ഈസ് ദ മെയിൽ ഗാമേറ്റ്. സ്പേം എന്ന് പറയുന്നത് ഇത് ഒരു മെയിൽ ഗാമേറ്റ്സ് ആണ്. ഇറ്റ് ഈസ് മോട്ടൈൽ, മൂവ്മെന്റ് ഉള്ളതാണ് അല്ലെ. ആൻഡ് മൈക്രോസ്കോപ്പിക്. ഇത് മൂവ്മെന്റ് ഉള്ളതും പിന്നെ അതുപോലെ സൂക്ഷ്മ സെല്ലുകളും ആണെങ്കിലും ഇറ്റ് ഈസ് മോട്ടൈൽ ആൻഡ് മൈക്രോസ്കോപ്പിക് ആണ് അല്ലെ. അതുപോലെ ദ സ്പേം ഹാസ് എ ഹെഡ്, മിഡിൽ പീസ് ആൻഡ് എ ടെയിൽ. ഈ സ്പേമിന് എന്തൊക്കെയുണ്ട്? ഒരു ഹെഡ് ഉണ്ട്, മിഡിൽ പീസ് ഉണ്ട്, പിന്നെ ഒരു ടെയിലും ഉണ്ട് അല്ലെ. കണ്ട ചിത്രത്തിൽ കണ്ടില്ലേ? ദേ മൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടെയിൽ. അത് മൂവ് ചെയ്യുന്ന എങ്ങനെയാണ് ചലിക്കുന്നത്? അതിന്റെ ടെയിൽ, വാൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചലിക്കുന്നത്. മൈറ്റോകോൺട്രിയ പ്രസന്റ് ഇൻ ദ മിഡിൽ പീസ്. മൈറ്റോകോൺട്രിയാണ് മിഡിൽ പീസിലാണ് ഇത് ഇതിന് ഉടൽ ഭാഗത്തെ മൈറ്റോകോൺട്രിയയിലാണ് വരുന്നത് ഇതിന്റെ ഊർജം നൽകുന്നത് അല്ലെ. ഇതിനാവശ്യമായ എനർജി നൽകുന്നത്, ഊർജം നൽകുന്നത് ആരാണ്? ഈ മിഡിൽ പീസിലുള്ള മൈറ്റോകോൺട്രിയാണ് പ്രൊവൈഡ് എനർജി ഫോർ ദ മൂവ്മെന്റ്. ആ മൂവ്മെന്റ് ചലനത്തിന് ഉള്ള ആവശ്യമുള്ള എനർജി നൽകുന്നത് ഈ മിഡിൽ പീസിലുള്ള മൈറ്റോകോൺട്രിയാണ് അല്ലെ. ന്യൂക്ലിയസ് ദാറ്റ് കണ്ടെയ്ൻസ് പാറ്റേണൽ
chromosomes is seen in the head. പിന്നെന്താ പറയുന്നത്, പിന്നെന്താ പെറ്റേണൽ ക്രോമോസോംസ് അടങ്ങിയ ന്യൂക്ലിയസ് അതിൻ്റെ ഹെഡിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചർ ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ സ്പേംസ് എന്താണ് ചലനശേഷിയുള്ളവയാണ്. പിന്നെ അതുപോലെ എന്താണ് മൈക്രോസ്കോപ്പികളാണെങ്കിൽ എന്താണ് അവയ്ക്ക് ശിരസ്, ഉടല്, വാല് എന്നിങ്ങനെ തരംതിരിക്കാവുന്ന ഭാഗങ്ങളുണ്ട്. വാൽ ഉപയോഗിച്ചാണ് ഇവ ചലിക്കുന്നത്. ഇതിനാവശ്യമായ എനർജി നൽകുന്ന എന്താണ് ഉടൽ ഭാഗത്തെ മൈറ്റോകോൺട്രിയകളാണ്. പ്രത്യേക ക്രോമോസോമുകൾ അടങ്ങിയ പെറ്റേണൽ ക്രോമോസോംസ് അടങ്ങിയ ന്യൂക്ലിയസ് അതിൻ്റെ ഹെഡിൽ ശിരസിൽ കാണപ്പെടുന്നു. സ്പേംസ് ആർ ഫോംഡ് ഇൻസൈഡ് എ പെയർ ഓഫ് ടെസ്റ്റിസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്ക്രോട്ടൽ സാക്ക് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. എന്താ ഇവിടെ പറയുന്നത്, എന്താണ് ഉദരാശയത്തിന് പുറത്ത് ഈ വൃഷ്ണസഞ്ചികളിലായി കാണപ്പെടുന്ന ഒരു ജോഡി വൃഷ്ണങ്ങളിലാണെന്ത് ഈ സ്പേംസ് ഫോം ചെയ്യുന്നത്. പുരുഷ സെക്ഷൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ് വൃഷ്ണങ്ങളാണ് അല്ലേ. ഇതാണ് ടെസ്റ്റിസ് അല്ലേ. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ഈ ടെസ്റ്റിസ് ഓൾസോ പ്രൊഡ്യൂസസ് ടെസ്റ്റോസ്റ്റിറോൺ, ദ മെയിൽ സെക്സ് ഹോർമോൺ അല്ലേ. മെയിൽ സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ടെസ്റ്റിൽസിലാണ് അല്ലേ. ടെമ്പറേച്ചർ ലെസ് ദാൻ ദ ബോഡി ടെമ്പറേച്ചർ 35 to 36 degrees Celsius is favorable for the formation of sperms. The scrotal sac helps to maintain this temperature. Sperms also with the secretion of glands including the prostate gland reaches the penis and is secreted outside. This process is called insemination. എന്താ ഇവിടെ പറയുന്നത്, എന്താ ഇവിടെ പറയുന്നത് മക്കളെ, സ്പേംസിൻ്റെ ഉൽപാദനത്തിന് നമ്മളെ ബോഡി ടെമ്പറേച്ചർ ഇല്ലേ അതിൻ്റെക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിൽ 35 to 36 ഡിഗ്രി സെൽഷ്യസ് എന്താണ് സഹായകമാണ്. ഈ ടെമ്പറേച്ചർ നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ്, ഈ വൃഷ്ണസഞ്ചികളാണ് അല്ലേ. ആരാണ് സ്പേംസ് along the secretion of glands including the prostate glands reaches the penis and is secreted outside. This process is called insemination. വൃഷ്ണസഞ്ചി അറിയുന്ന സ്ക്രോട്ടൽ സാക്കാണ് ഹെൽപ്പ് ചെയ്യുന്നത് മെയിൻറ്റെയിൻ ദിസ് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ നിലനിർത്തുന്ന ആരാണ്, സ്ക്രോട്ടൽ സാക്കാണ് അല്ലേ. പിന്നെന്താ ഇവിടെ പറയുന്നത് നോക്കൂ, പ്രോസ്റ്റേറ്റീവ് ഗ്രന്ഥി ഉൾപ്പെടെയുള്ള ഗ്രന്ഥികൾ, പ്രോസ്റ്റേറ്റീവ് ഗ്ലാൻസ് ഉൾപ്പെടെയുള്ള ഗ്ലാൻസ് ഉൽപ്പാദിപ്പിക്കുന്ന സ്രവത്തോടൊപ്പം എന്താണ് ഈ സ്രവത്തോടൊപ്പം സ്പേംസ് എന്താണ് ഈ ലിംഗത്തിലെത്തുകയും പുറത്തേക്ക് സ്രവിക്കപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് ഈ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് പുരുഷ ലൈംഗിക ഹോർമോൺ അല്ലേ, സെക്ഷൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നതും ഈ വൃഷ്ണങ്ങളാണ്. അതുപോലെ എന്താണ് സ്പേംസ് അല്ലേ. ഈ സ്പേംസിൻ്റെ ഉൽപ്പാദനത്തിന് എന്താണ് ഈ ബോഡി ടെമ്പറേച്ചർ ഇല്ലേ, ശരീര താപനിലയേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറാണ് അല്ലേ, അതായത് 35-36 ഡിഗ്രി സെൽഷ്യസ് സഹായകമാണ്. ഈ ടെമ്പറേച്ചർ നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ്, സ്ക്രോട്ടൽ സാക്കാണ് അല്ലേ. പിന്നെ പ്രോസ്റ്റേറ്റീവ് ഗ്ലാൻഡ് ഉൾപ്പെടെയുള്ള ഗ്ലാൻഡുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവത്തോടൊപ്പം എന്താണ് ഈ സ്പേംസ് ലിംഗത്തിലെത്തുകയും പുറത്തേക്ക് സ്രവിക്കപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണെന്ന് ഇൻസെമിനേഷൻ, ശുക്ലവിസർജനം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ എന്താണ് കുറച്ച് ഇൻഡിക്കേറ്റർ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇത് വായിച്ചിട്ട് എന്താണ് നിങ്ങൾ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതെന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ തരികയാണ്, അത് വായിച്ച് നിങ്ങൾ ഇതിൻ്റെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്പേംസ് എന്താണ് ഈ സ്പേംസിൻ്റെ സവിശേഷതകൾ, ലൊക്കേഷൻ ഓഫ് ടെസ്റ്റിസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സ്പേംസ്, വൃഷ്ണങ്ങളുടെ സ്ഥാനവും ബീജോത്പാദനവും, ഇമ്പോർട്ടൻസ് ഓഫ് ഗ്ലാൻസ് എന്താണ് ഈ ഗ്ലാൻസിൻ്റെ പ്രാധാന്യമൊക്കെയാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ എന്താണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ആയിരുന്നു അല്ലേ. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമുക്ക് പറയാം. എന്താണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കൂ. ഇതാണ് എന്ത് വരുന്നത്, ഓവറി അല്ലേ, കണ്ടോ ഓവറി. പിന്നെ ഇതാണ് യൂട്രസ്, പിന്നെ വരുന്നത് എന്താണ് ഇത് ഫെലോപ്പിയൻ ട്യൂബ് ഒവിഡക്റ്റ്, പിന്നെ ഇത് എന്താണ് എൻഡോമെട്രിയം, പിന്നെ ഇതെന്ത് വരുന്ന വജിന അല്ലേ. ഓക്കെ, അപ്പം നോക്കാം നമുക്ക് ഓവറി. ആദ്യം നമുക്ക് ഓവറി നോക്കാം അല്ലേ, അണ്ഡാശയം എന്ന് പറയും അല്ലേ. പ്രൊഡ്യൂസസ് ഓവം ആൻഡ് ഫീമെയിൽ ഹോർമോൺസ്. എന്താണ് ഇവിടെ അണ്ഡകോശവും ഫീമെയിൽ ഹോർമോൺസും പിന്നെ ഓവോ എന്താണ് ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുകയാണ് അല്ലേ. ഓവവും ഫീമെയിൽ ഹോർമോൺസും ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അണ്ഡകോശവും സ്ത്രീ ഹോർമോണുകളും ഇവിടുന്നാണ് ഈ ഓവറിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഫെലോപ്പിയൻ ട്യൂബ് ഒവിഡക്റ്റ് ക്യാരീസ് ഓവം ടു ദ യൂട്രസ്. എന്താ ഇവിടെ പറയുന്നത്, ഈ ഓവം എന്താണ് ഗർഭാശയത്തിലേക്ക് വഹിക്കുന്നു അല്ലേ. ഓവത്തിനെ എന്താണ് യൂട്രസിലേക്ക് ക്യാരി ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ്. അപ്പോൾ ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഇവിടെ
വെച്ചാണ് അല്ലേ, ബീജസംയോഗം നടക്കുന്നത് ഇവിടെ വെച്ചാണ്. അപ്പം ഈ ഫലോപ്പിയൻ ട്യൂബ് ഓർ ഓവിഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അണ്ടവാഹി എന്ന് പറയില്ലേ. അപ്പോൾ ക്യാരീസ് ഓവം ടു ദ യൂട്രസ്. ഇവിടെ എന്താണ്, ഈ ഓവത്തിനെ, അണ്ടത്തെ യൂട്രസിലേക്ക്, ഗർഭാശയത്തിലേക്ക് വഹിക്കുന്നു. ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ്. അപ്പോൾ എന്താണ്, ബീജസംയോഗം നടക്കുന്നത് എവിടെയാണ്, ഈ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. ദെൻ നെക്സ്റ്റ് യൂട്രസ്. കണ്ടോ, യൂട്രസ് കണ്ടില്ലേ. ഫോയിറ്റസ് കംപ്ലീറ്റ്സ് ഇറ്റ്സ് ഗ്രോത്ത് ഇൻ യൂട്രസ്. എന്താണ്, ഗർഭാശയാണ് അല്ലേ. ഈ ഫോയിറ്റസ് എന്ന് പറഞ്ഞാൽ ഭ്രൂണം വളർച്ച പൂർത്തീകരിക്കുന്ന ഭാഗമാണ് അല്ലേ. ഭ്രൂണ വളർച്ച എന്താണ്, പൂർത്തീകരിക്കുന്ന ഭാഗമാണ് എന്ത്, ഈ യൂട്രസിൽ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ്, എൻഡോമെട്രിയം. എന്താണ് എൻഡോമെട്രിയം? ഇന്നർ ലെയർ ഓഫ് ദ യൂട്രീൻ വാൾ. ഫോയിറ്റസ് ഗ്രോസ് ബൈ എൻറ്ററിങ് ടു ദ എൻഡോമെട്രിയൽ വാൾ. എന്താ ഇവിടെ പറയുന്നത്, ഗർഭാശയ ഭിത്തിയുടെ ഉൾപാളി. ഇതിൽ ഭ്രൂണം പറ്റി പിടിച്ച് വളരുന്നു. കണ്ടോ, ഇതാണെന്ത്, എന്താണ് ഈ ഗർഭാശയ ഭിത്തിയുടെ ഉൾപ്പാളി ഇതാണ് അല്ലേ. ഇവിടെയാണ് എന്ത്, ഫോയിറ്റസ് പറ്റിപ്പിടിച്ച് വളരുന്നത് അല്ലേ, ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരുന്നത്. നെക്സ്റ്റ് വജിന. എന്താ, യോനി അല്ലേ. എന്താണ്, പാർട്ട് ത്രൂ വിച്ച് യൂട്രസ് ഓപ്പൺസ് ഔട്ട്. സ്പേംസ് ആർ ഡെപ്പോസിറ്റഡ് ഹിയർ. എന്താണ് ഇവിടെ പറയുന്നത്, ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന ഭാഗമാണ് അല്ലേ യോനി എന്ന് പറയുന്നത്, വജിന എന്ന് പറയുന്നത്. പൂംബീജങ്ങൾ ഇവിടെയാണ് എന്ത്, നിക്ഷേപിക്കുന്നത്. സ്പേംസ് ആർ ഡെപ്പോസിറ്റഡ് ഹിയർ അല്ലേ. സ്പേംസ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു എന്ത്, ഇവിടെ പെനിസിലിൻ എന്താണ്, ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ഡെപ്പോസിറ്റ് സ്പേംസ് ഇൻ വജിന. വജിനയിൽ എന്താണ്, സ്പേംസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ലേ. അപ്പോൾ ഇവിടെ വജിനയിൽ എന്താണ്, സ്പേംസ് ആർ ഡെപ്പോസിറ്റഡ് ഹിയർ അല്ലേ. എവിടെയാണ് എന്ത്, സ്പേംസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് നോക്കൂ, ഓവം അല്ലേ. ഓവം എന്താന്ന് നോക്കാം, അണ്ടം അല്ലേ. ഓവം ഈസ് ദ ഫീമെയിൽ ഗാമീറ്റ്സ്. എന്താണ്, ഓവം എന്ന് പറയുന്നത് എന്താണ്, ഈ ഫീമെയിൽ ഗാമീറ്റ്സ് ആണ് അല്ലേ. ഇറ്റ് ഈസ് ലാർജർ ദാൻ എ സ്പേം. സ്പേമിൻ്റെ ഏറ്റാലും എന്താണ്, വലുതാണ് അല്ലേ. ഓവം ഈസ് നോൺ മോട്ടൈൽ. എന്താണ്, ഓവം എന്താണ്, ചലനശേഷി ഇല്ല അല്ലേ. ഈ അണ്ടാശയത്തിന് എന്താണ്, അണ്ടകോശം എന്താണ്, ഫീമെയിൽ ഗാമീറ്റ്സ് എന്താണ്, ഓവം എന്ന് പറയുന്നത് ഫീമെയിൽ ഗാമേറ്റ്സ് ആണ്. ഇതെന്താണ്, ഇറ്റ് ഈസ് ലാർജർ ദാൻ സ്പേം. സ്പേമിനേക്കാൾ എന്താണ്, വലുതാണ്. പിന്നെന്താണ്, ഇതിന് ഓവത്തിന് എന്താണ്, നോൺ മോട്ടൈൽ ആണ് അല്ലേ. നോൺ മോട്ടൈൽ എന്ന് പറഞ്ഞാൽ ചലനശേഷിയില്ല. ഓക്കെ. സ്പെഷ്യലൈസ്ഡ് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ആർ സീൻ ഔട്ട്സൈഡ് ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ ഓവം. എന്താണ്, ഈ അണ്ടത്തിന്റെ കോശാസ്ത്രത്തിന് പുറത്തായി പ്രത്യേക സംരക്ഷണ ആവരണങ്ങളും കാണപ്പെടുന്നുണ്ട്. സ്പെഷ്യലൈസ്ഡ് പ്രൊട്ടക്റ്റീവ് ലെയർ കാണുന്നില്ലേ, ആർ സീൻ ഔട്ട്സൈഡ് ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ ഓവത്തിന്റെ സെൽ മെംബ്രെയിൻ്റെ പുറത്തായിട്ട് എന്താണ്, ഒരു പ്രൊട്ടക്റ്റീവ് ലെയറും ഇവിടെ കാണപ്പെടുന്നുണ്ട് അല്ലേ. പ്രത്യേക ഒരു ആവരണം കാണപ്പെടുന്നുണ്ട്. നോക്കൂ, ഇതാണ് സെൽ മെംബ്രെയിൻ. കണ്ടോ, ഇത് ഔട്ടർ മെംബ്രെയിൻ, ഇത് ന്യൂക്ലിയസ്. ഓക്കെ. ദെൻ എ പെയർ ഓഫ് ovaries situated in the abdominal cavity produces ova and the female sex hormones called estrogen and progesterone. Ovulation is the process of releasing mature ovum from the ovary. Normally one ovum matures per month. എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. എന്താ ഇവിടെ പറയുന്നത്, അബ്ഡോമിനൽ ക്യാവിറ്റിയിലെ ഒരു ജോഡി എ പെയർ ഓഫ് ഓവറീസ്. അബ്ഡോമിനൽ ക്യാവിറ്റിയിലെ എ പെയർ ഓഫ് ഓവറീസ് ആണ് എന്ത്, ഈ ഓവയും അതുപോലെ ഫീമെയിൽ സെക്സ് ഹോർമോൺസുകളായ ഈസ്ട്രജനും പ്രൊജസ്ട്രോണിനെയും ഒക്കെ എന്താണ്, എന്നിവയും ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ. എന്താണ് പറയുന്നത്, അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ ഒരു പെയർ ഓഫ് ഓവറീസ്, അതായത് ഒരാശയത്തിലെ ഒരു ജോഡി അണ്ടാശയങ്ങളാണെന്ത്, ഈ ഓവയെയും അണ്ടങ്ങളെയും അതുപോലെ ഫീമെയിൽ സെക്സ് ഹോർമോൺസുകളായ ഈസ്ട്രോജനെയും പ്രൊജസ്ട്രോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നത്. സ്ത്രീലൈംഗിക ഹോർമോണുകളായ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയും ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ എന്താണ് ഇവിടെ പറയുന്നത്, ഈ അണ്ടാശയത്തിൽ വെച്ച് പാകമാകുന്ന ഈ അണ്ടം അണ്ടാശയത്തിന് പുറത്തു വരുന്ന പ്രക്രിയയാണെന്ത്, ഈ ഒവുലൂഷൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എന്താണ്, മാസത്തിൽ ഒരു അണ്ടമാണ് ഇങ്ങനെ പുറത്തു വരുന്നത്, ഒരു ഓവാണ് സാധാരണയായിട്ട് വരുന്നത്. ഒവുലൂഷൻ ഇസ് എ പ്രോസസ് ഓഫ് റിലീസിങ് മേച്ചർ ഓവം ഫ്രം ദ ഓവറി. ഓവറിയിൽ നിന്ന് എന്താണ്, ഓവുലൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഓവറിയിൽ നിന്ന് ഈ മേച്ചർ ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണിത് ഓവുലൂഷൻ എന്ന് പറയുന്നത്. അണ്ടാശയത്തിൽ വെച്ച് പാകമാകുന്ന ഈ അണ്ടം അണ്ടാശയത്തിന് പുറത്തു വരുന്ന ഈ പ്രക്രിയയാണിത് ഓവുലൂഷൻ. നോർമലി 1 ovum matures per month. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. അണ്ടാശയത്തിൽ വെച്ച് പാകമാകുന്ന ഈ അണ്ടാശയത്തിന് പുറത്തു വരുന്ന ഈ പ്രോസസ്സാണിത് ഈ ഓവുലൂഷൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ മാസത്തിൽ ഒരു ഓവമാണെന്ത് ഇങ്ങനെ പുറത്തു വരുന്നത്. ഇതാണെന്ത് ഓവുലൂഷൻ എന്ന് പറയുന്നത് അല്ലേ, അണ്ടോത്സർജനം. ഓക്കെ.
ഇവിടെ ഇൻഡിക്കേറ്റർ തന്നിട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓവത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്കും അതുപോലെ എന്താണ് ഫങ്ഷൻസ് ഓഫ് ഓവറി എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അണ്ഡാശയത്തിന്റെ ധർമ്മമൊക്കെ എന്താണെന്നുള്ള ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ നോക്കൂ, മെൻസ്ട്രേഷൻ എ നാച്ചുറൽ പ്രോസസ്സ് അല്ലേ. എന്താണ് മെൻസ്ട്രേഷൻ എന്താ ആർത്തവം എന്ന് പറയും അല്ലേ. സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. മാസത്തിലൊരിക്കൽ എന്താണ് മാസത്തിലൊരിക്കൽ എന്താണ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ഈ മെൻസ്ട്രേഷൻ ആർത്തവം എന്ന് പറയുന്നത്. എ നാച്ചുറൽ പ്രോസസ്സാണ് അല്ലേ, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. മെൻസ്ട്രേഷൻ ഈസ് എ നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഗേൾസ് ആസ് പാർട്ട് ഓഫ് ദിയർ ഫിസിക്കൽ ഗ്രോത്ത്. എന്താണ് പെൺകുട്ടികളിൽ ശാരീരിക വളർച്ചയുടെ ഭാഗമായി ഉണ്ടാകുന്ന വളരെ സ്വാഭാവികമായ ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് എന്ത് ഈ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്, ആർത്തവം എന്ന് പറയുന്നത്. ദെൻ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട്സ് ഏർലി ഓർ ലേറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് വൺസ് ഹെറിഡിറ്റി, ഫുഡ് ഹാബിറ്റ്, സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ഓഫ് ഓർ ഹോർമോൺസ് വേരിയേഷൻസ്. Prior to menstruation, mild back pain, pain in lower abdomen, nausea, etc. may be experienced. അപ്പോൾ എന്താണ് ഇത് ഒരു പാരമ്പര്യം, പിന്നെ ആഹാരശീലങ്ങൾ, ആരോഗ്യസ്ഥിതി, ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് എന്താണ് ഈ മെൻസ്ട്രേഷൻ നേരത്തെ ആവുകയോ താമസിക്കുകയോ ചെയ്യാം. ആർത്തവത്തിന് ഈ മെൻസ്ട്രേഷന് മുന്നോടിയായി ചിലപ്പോൾ എന്താണ് ചെറിയ നടുവേദനയും അടിവയറ്റിൽ ഒരു വേദനയും അതുപോലെ എന്താണ് നോസിയ അല്ലെ എന്താണ് ഒരു മനം പുരട്ടലൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ എന്താണ് അനുഭവപ്പെട്ടേക്കാം. ഈ ആർത്തവ ചക്രത്തിന്റെ ദൈർഘ്യം എല്ലാവരിലും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഡ്യൂറേഷൻ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ മേ നോട്ട് ബി ദ സെയിം ഇൻ എവറി ഇൻഡിവിജ്വൽ. ഓരോരുത്തരിലും എന്താ വ്യത്യസ്തമായിരിക്കും അല്ലേ, എല്ലാവരും ഒരുപോലെയല്ല. ജനറലി മെൻസ്ട്രൽ സൈക്കിൾ റിപ്പീറ്റ്സ് വൺസ് ഇൻ 28 days. For the first 1 or 2 years, menstrual cycle may be irregular. If the irregularity continues, medical assistance should be sought. It is also very important to maintain menstrual hygiene. Menstrual cycle stops around 45-50 years of age. അപ്പോൾ എന്താണ് ഇതിൻ്റെ ദൈർഘ്യം എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല അല്ലേ. പൊതുവെ 28 ദിവസത്തിൽ ഒരിക്കൽ ആവർത്തിക്കുന്ന എന്താണ് ഈ മെൻസ്ട്രൽ സൈക്കിൾ ആദ്യത്തെ 1-2 വർഷം എന്താണ് ചിലപ്പോൾ ക്രമം തെറ്റി വന്നേക്കാം. എന്നാൽ തുടർച്ചയായി എന്താണ് ഈ ക്രമം തെറ്റിയാലാണ് അത് എന്ന് നമ്മൾ ഡോക്ടറെ സഹായം തേടണം. ഈ 28 ദിവസത്തിലുള്ള എന്താണ് ചിലപ്പോൾ ഇങ്ങനെ കുറേ ദിവസങ്ങൾ വൈകിയാലൊക്കെ എന്താണ് ഡോക്ടറെ കാണിക്കണം. അതുപോലെ എന്താണ് ഈ ആർത്തവകാല ശുചിത്വ ശീലങ്ങൾ പാലിക്കേണ്ടത് എന്താണ് നമുക്ക് പ്രധാനമാണ് അല്ലേ. 45-50 വയസ്സോടെ എന്താണ് ഈ ആർത്തവ ചക്രം മെൻസ്ട്രൽ സൈക്കിൾ എന്താണ് നിൽക്കുന്നു. 45-50 വയസ്സാകുമ്പോൾ ഈ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ദെൻ ഇവിടെ നോക്കൂ, ഇനി you must have understood the structure and functions of gametes in human beings. അപ്പോൾ എന്താണ് നിങ്ങൾക്കിപ്പോൾ മനുഷ്യരിലെ ഈ സ്ട്രക്ചർ ഫങ്ഷൻ ഓഫ് ഗാമേറ്റ്സ് ഒക്കെ എന്താണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. മനുഷ്യരിലുള്ള ഈ ലിംഗകോശങ്ങളുടെ ഘടനയും ധർമ്മവും ഒക്കെ മനസ്സിലാക്കിയല്ലോ. കമ്പയർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്പേംസ് ആൻഡ് ഓവ ആൻഡ് കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ സൂട്ടബിളി. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് സ്പേംസും ഓവ അതിൻ്റെയൊക്കെ സവിശേഷതകൾ താരതമ്യപ്പെടുത്തി കൂടെ തന്നിരിക്കുന്ന ഈ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്പേംസിൻ്റെ സൈസ്, ഓവത്തിൻ്റെ ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ് ഈ ഫെർട്ടിലൈസേഷൻ ഫെയിൽസ് ടു ഒക്കർ. ഓക്കെ, along with the ovulation, the preparation for the growth of fetus take place in the uterus every month. Endometrium, the inner layer of uterus, thickens and more blood capillaries and glands begin to develop. When the fertilization does not take place, all these preparation become futile. The newly formed tissue get destroyed and they peel off from the uterine wall. These tissues get eliminated through vagina along with the blood and mucus. This process is called menstruation. It may last for 3 to 7 days. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ അല്ലേ, ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്താണ് എല്ലാ മാസവും എന്താണ് ഈ അണ്ടോൽപാദനത്തിനോടൊപ്പം എന്താണ് ഈ ഭ്രൂണ വളർച്ചയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ എന്താണ് നമ്മൾ ഈ യൂട്രസ് സംഭവിക്കുന്നുണ്ട്, ഗർഭാശയത്തിൽ സംഭവിക്കുന്നുണ്ട്. ഗർഭാശയത്തിനുള്ളിലെ എൻഡോമെട്രിയം എന്ന ആന്തരപാളിയുടെ കനം കൂടുകയും കൂടുതൽ എന്താണ് ഈ രക്തലോമികളും ഗ്രന്ഥികളും രൂപപ്പെടുകയും ചെയ്യും. എന്നാൽ ഈ ബീജസംയോഗം നടന്നില്ലെങ്കിൽ ഈ മുന്നൊരുക്കങ്ങൾ എന്താണ് വെറുതെ ആകുന്നു അല്ലേ.
പിന്നെന്താണ് പുതുതായി രൂപപ്പെട്ട കലകൾ നശിക്കുകയും എന്താണ് ഈ ഗർഭാശയ ഭിത്തിയിൽ നിന്നെന്താണ് അടർന്നു മാറുകയും ചെയ്യുന്നു. രക്തത്തോടും അതുപോലെ എന്താണ് ഈ രക്തത്തോടൊപ്പം തന്നെ എന്താ വരുന്നത്, പീൽ ഓഫ് ഫ്രം ദ യൂട്രൈൻ വാൾ. ദ ന്യൂലി ഫോംഡ് ടിഷ്യൂസ് ആർ ഡിസ്ട്രോയ്ഡ് ആൻഡ് ദ പീൽ ഓഫ് ഫ്രം ദ യൂട്രൈൻ വാൾ. ദീസ് ടിഷ്യൂസ് ഗെറ്റ് എലിമിനേറ്റഡ് ത്രൂ വജിന അലോങ് വിത്ത് ബ്ലഡ് ആൻഡ് മ്യൂക്കസ് അല്ലേ. അപ്പോൾ രക്തത്തോടൊപ്പം തന്നെ എന്താണ് ഈ മ്യൂക്കസ്, ഈ കലകൾ എന്താണ് യൂനിയിലൂടെ പുറന്തള്ളപ്പെടുകയാണ് അല്ലേ. ഈ പ്രക്രിയയാണ് എന്ത് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇത് എത്രയാണ് 3 മുതൽ 7 ദിവസം വരെ എന്താണ് നീണ്ടു നിൽക്കും. അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ എന്താണ് എല്ലാ മാസവും എന്താണ് ഈ along with the ovulation the preparation for the growth of fetus take place in the uterus every month അല്ലേ. എല്ലാ മാസവും അണ്ടോൽപാദനത്തോടൊപ്പം എന്താണ് ഈ ഫോയിറ്റസിന്റെ വളർച്ചയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകളും എന്താണ് നമ്മളെ യൂട്രസിൽ സംഭവിക്കുന്നുണ്ട്. ഗർഭാശയത്തിനുള്ളിലെ എൻഡോമെട്രിയം എന്ന ആന്തര പാളിയുടെ കനം കൂടുകയും കൂടുതൽ രക്തരോമികളും ഗ്രന്ഥികളും രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ ബീജസംയോഗം നടന്നില്ലെങ്കിൽ എന്താണ് ഈ മുന്നൊരുക്കങ്ങൾ വെറുതെയാകുന്നു. പുതുതായി രൂപപ്പെട്ട ആ ടിഷ്യൂസ് നശിക്കുകയും ഗർഭാശയ ഭിത്തിയിൽ നിന്ന് എന്താണ് അടർന്നു മാറുകയും ചെയ്യുന്നു. രക്തത്തോടും പിന്നെ അതുപോലെ മ്യൂക്കസോടും കൂടി എന്താണ് വരുന്നുണ്ട്, മ്യൂക്കസോടും എന്താണ് ഈ ടിഷ്യൂസ് എന്താണ് ഈ ടിഷ്യൂസ് യോനിയിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഈ പ്രക്രിയയാണ്, ഈ പ്രോസസ്സാണ് എന്ത് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മെൻസ്ട്രേഷൻ എന്താണെന്ന് ടീച്ചർ പറഞ്ഞല്ലേ. ഇത് എത്രയാണ് 3 മുതൽ 7 ദിവസം വരെ എന്താണ് നീണ്ടു നിൽക്കും. ഓക്കെ, 3 to 7 days വരെ ഈ മെൻസ്ട്രേഷൻ നീണ്ടു നിൽക്കും. ഓക്കെ, ദെൻ നോക്കൂ, ഈ ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ്. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നാൽ, ബീജസംയോഗം നടന്നാൽ, the ovum released from the ovary reaches the oviduct. It fuses with the sperm and forms the zygote. This process is called fertilization. എന്താ അവിടെ പറയുന്നത് നോക്കിയേ, ഓവർ റിലീസ് ഫ്രം ദ ഓവറി റീച്ചസ് ദ oviduct. അണ്ഡാശയത്തിൽ നിന്ന് എന്താണ് ഉത്സർജിക്കപ്പെടുന്ന അണ്ഡം എവിടെ എത്തുന്നുണ്ട്, ഈ ഓവറിയിൽ നിന്ന് എന്താണ് ഓവം റിലീസ് ആവുന്നുണ്ട് അല്ലെ, റീച്ചസ് ദ oviduct അല്ലെ. അണ്ഡാശയത്തിൽ നിന്ന് ഉത്സർജിക്കപ്പെടുന്ന അണ്ട എന്താണ് അണ്ഡവാഹിയിൽ എത്തുന്നു അല്ലെ. അവിടെ വെച്ച് എന്താണ് ഈ സ്പേംസുമായിട്ട് സംയോജിച്ച് സൈഗോട്ട് രൂപപ്പെടുകയാണ് അല്ലെ. അവിടെ വെച്ച് നമ്മൾ സൈഗോട്ട് അവിടെ പ്ലാന്റ്സിലെ രീതിയിൽ അവിടെ പഠിച്ചിരുന്നു അല്ലെ. അവിടെ വെച്ച് എന്താണ് ഇവിടെ ഈ സ്പേംസുമായിട്ട് സംയോജിച്ച് എന്താണ് സൈഗോട്ട് രൂപപ്പെടുന്നു. ഈ പ്രക്രിയയാണ് എന്ത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. Then though many sperms reaches the oviduct, only one sperm fuses with the ovum. എന്താണ് ഒരുപാട് അനേകം എന്താണ് സ്പേംസ് അണ്ടവാഹിയിൽ എത്തിച്ചേരുമെങ്കിൽ എന്താണ് ഒരെണ്ണം മാത്രമേ എന്താവുള്ളൂ ഈ അണ്ടവുമായി കൂടിച്ചേരുകയുള്ളൂ അല്ലെ. ഓൺലി വൺ സ്പേം മാത്രമേ ഉള്ളൂ എന്താണ് കൂടിച്ചേരുകയുള്ളൂ. ദ സിംഗിൾ സെൽഡ് സൈഗോട്ട് അണ്ടർഗോസ് ദ ഡിവിഷൻ ടു ബിക്കം മൾട്ടി സെല്ലുലാർ എംബ്രിയോ. എംബ്രിയോ ഡെവലപ്സ് ബൈ അറ്റാച്ചിങ് ഇറ്റ്സെൽഫ് ടു ദ എൻഡോമെട്രിയം, ദ ഇന്നർ ലെയർ ഓഫ് യൂട്രസ്. ഇന്നർ ലെയർ ഓഫ് യൂട്രസ്. അപ്പോൾ എന്താ അവിടെ പറയുന്നത്, അനേകം സ്പേംസ് ഈ അണ്ടവാഹിയിൽ എത്തിച്ചേരുമെങ്കിൽ എന്താണ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ അണ്ടവുമായി കൂടിച്ചേരുകയുള്ളൂ അല്ലെ. ഒറ്റ സെല്ലായ ഈ സൈഗോട്ട് പിന്നീട് വിഭജനത്തിലൂടെ നിരവധി എന്താണ് സെല്ലുകളുള്ള എംബ്രിയോ ആയി ഭ്രൂണമായി മാറുന്നു. ഭ്രൂണം എന്താണ് ഈ എംബ്രിയോ എന്താവുന്നത് ഗർഭാശയത്തിലെ എൻഡോമെട്രിയം എന്ന ആവരണത്തോട് പറ്റിച്ചേർന്ന് വളരുകയാണ് ചെയ്യുന്നത് അല്ലെ. കണ്ടിന്യൂസ് സെൽ ഡിവിഷൻ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ അതിന് എന്താണ് കണ്ടിന്യൂസ് സെൽ ഡിവിഷനാണ് ഇവിടെ അല്ലേ. അതിനു മുന്നേ നമുക്ക് ഈ ബോക്സ് ഒന്ന് നോക്കാം. എന്താണ് ഹോർമോൺസ്. ഹോർമോൺസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ endocrine glands of the body. Hormones control and coordinate various life processes. Therefore, any variation in the secretion of hormones affect the life process considerably. എന്താണ് ശരീരത്തിലെ എൻഡോക്രീൻ ഗ്ലാൻസുകളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഹോർമോൺ ശരീരത്തിലെ ഈ എൻഡോക്രീൻ ഗ്ലാൻസുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് എന്ത് ഹോർമോൺ എന്ന് പറയുന്നത്. വിവിധ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ് ഈ ഹോർമോണുകളാണ്. അതിനാൽ ഹോർമോണിന്റെ ഉൽപാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ എന്താണ് ജീവൽ പ്രവർത്തനങ്ങളെ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. ദെൻ അപ്പോൾ ഹോർമോൺസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ദെൻ കണ്ടിന്യൂസ് സെൽ ഡിവിഷൻ ആണ് ഇവിടെ പറയുന്നത്. തുടർച്ചയായി എന്താണ് സെൽ ഡിവിഷൻ കണ്ടോ, സൈഗോട്ട് ഈസ് ഫോം ചെയ്യുന്നത് ഇവിടെ അല്ലേ. പിന്നെ ഓവം ഫ്യൂസസ് വിത്ത് ദ സ്പേം ഇൻ ദ oviduct അല്ലേ. എന്താണ് അണ്ടവാഹിയിൽ വെച്ച് എന്താണ് ഈ സ്പേംസുമായി കൂടിച്ചേരുകയാണ് അല്ലേ. കണ്ടല്ലേ ഓവല്യൂഷൻ അണ്ടോത്സർജനം അല്ലേ. പിന്നെന്താണ് ഇവിടെയാണിത് എംബ്രിയോ ഡെവലപ്സ് ബൈ
ആന്തറിങ് ടു ദ യൂട്രസ്. കണ്ടോ എന്താണ് ഭ്രൂണം ഗർഭാശയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്നത്. ഓക്കെ, ഇല്ലുസ്ട്രേറ്റ് through a flowchart the various stages from evolution to the beginning of embryonic development in the uterus. എന്താണ് ഇവിടെ പറയുന്നത്? ഓവല്യൂഷൻ മുതൽ ഗർഭാശയത്തിലെ ഈ ഭ്രൂണ വളർച്ചയുടെ ബിഗിനിങ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഇൻ ദ യൂട്രസ്, ഈ ഗർഭാശയത്തിലെ ഭ്രൂണ വളർച്ചയുടെ തുടക്കം വരെയുള്ള ഘട്ടങ്ങൾ എന്താണ് നിങ്ങൾ ബുക്കിൽ ഫ്ലോ ചാർട്ടായിട്ട് ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ്? പ്ലാസെന്റ. എന്താണ് പ്ലാസെന്റ നോക്കാം. നോക്കൂ, ഇത് പ്ലാസെന്റയാണ് അല്ലേ, യൂട്രസ്. ഇതാണ് യൂട്രസ്. പിന്നെ ഇതെന്താണ് ഇവിടെ പറയുന്നത്? പൊക്കിൾ കൊടി എന്ന് പറയും അല്ലേ, ഉംബിലിക്കൽ കോഡ് എന്ന് പറയും. പൊക്കിൾ കൊടി കണ്ടില്ലേ, ഇത് ഉംബിലിക്കൽ കോഡ് അല്ലേ. ദെൻ എന്താണ്? ആംനിയോൺ. എന്താണ് ആംനിയോണ്? ദെൻ എംനിയോട്ടിക് ഫ്ലൂയിഡ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ, പ്ലാസെന്റ. കണ്ടോ? ദെൻ ഓക്കെ, അപ്പോൾ ഇത് പ്ലാസെന്റയാണ്, നമ്മൾ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്നതാണ് അല്ലേ. ഇത് എന്താണ്? യൂട്രസ് ആണ്. ഇത് അംബ്ലിക്കൽ കോഡാണ് അല്ലേ, അംബ്ലിക്കൽ കോഡ്. ഇത് ആംനിയോൺ ആണ്, ഇത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ഇനി എന്താണ്? പ്ലാസെന്റ ഈസ് ദ പാർട്ട് ബൈ വിച്ച് ദ എംബ്രിയോ അറ്റാച്ചസ് ഇറ്റ്സെൽഫ് ടു ദ എൻഡോമെട്രിയം ആൻഡ് ഡെവലപ്സ്. പ്ലാസെന്റ ഈസ് കമ്പോസ്ഡ് ഓഫ് ഫോയിറ്റൽ ടിഷ്യൂ ആൻഡ് യൂട്രീൻ ടിഷ്യൂ. ഇവിടെ പറയുന്നത് എന്താണ്? ഈ എംബ്രിയോ അല്ലെ, ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണെന്ത്? പ്ലാസെന്റ എന്ന് പറയുന്നത് അല്ലേ. എന്താണ്? ഈ എംബ്രിയോ ഉണ്ടല്ലോ, ഭ്രൂണം, അത് എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലാസെന്റ. ഈ ഭ്രൂണകലകളും ഗർഭാശയ കലകളും ചേർന്നതാണ് പ്ലാസെന്റ രൂപപ്പെടുന്നത് അല്ലേ. പ്ലാസെന്റ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഫോയിറ്റൽ ടിഷ്യൂസും യൂട്രീൻ ടിഷ്യൂസും കൂടി കമ്പോസ് ചെയ്തിട്ട് അല്ലേ. ഓക്കെ, അത് ചേർന്നാണ് ഇത് പ്ലാസെന്റ രൂപപ്പെടുന്നത്. ഇതിൽ നിന്ന് രൂപപ്പെടുന്ന ഈ അംബ്ലിക്കൽ കോഡ്, പൊക്കിൾ കൊടി വഴി എന്താണ്? ഓക്സിജനും അതുപോലെ എന്താണ് ന്യൂട്രീഷ്യസും, എന്താണ് ഇവിടെ പറയുന്നത്? ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് അല്ലേ. അപ്പോൾ എന്താണ്? ഇതിൽ നിന്ന് ഈ പൊക്കിൾ കൊടി വഴി എന്താണ്? ഓക്സിജനും അതുപോലെ എന്താണ് ന്യൂട്രിയൻസും എന്താണ് ഈ ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിൽ എത്തുകയും മാലിന്യങ്ങൾ നീക്കപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, ഇതിൽ നിന്ന് രൂപപ്പെടുന്ന പൊക്കിൾ കൊടി എന്താണ്? പൊക്കിൾ കൊടി വഴി എന്താണ്? ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ എന്താണ് ഈ ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിൽ എത്തുകയും മാലിന്യങ്ങൾ നീക്കപ്പെടുകയും ചെയ്യുന്നു. അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം പരസ്പരം കൂടി കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് എന്താണ് ഈ പ്ലാസെന്റ സഹായിക്കുന്നു. അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം എന്താണ് പരസ്പരം കൂടി കലരാതെയുള്ള ഈ പദാർത്ഥ വിനിമയത്തിന് എന്താണ് ഈ പ്ലാസെന്റ സഹായിക്കുന്നു. വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഈ എംബ്രിയോ സെല്ലുകളിൽ നിന്ന് രൂപപ്പെടുന്ന എന്താണ് ആംനിയോൺ എന്ന ആവരണത്തിനകത്താണെന്ത് കുഞ്ഞിന്റെ വളർച്ച പൂർത്തിയാകുന്നത്. ഈ ആവരണത്തിനുള്ളിൽ ആംനിയോട്ടിക് ലിക്വിഡ് ഗർഭസ്ഥ ശിശുവിന്റെ നിർജ്ജലീകരണം തടയുകയും ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത് മനസ്സിലായല്ലോ? ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലേ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വിത്തിൻ ദിസ് കവറിംഗ് പ്രിവെൻസ് ഡീഹൈഡ്രേഷൻ ഓഫ് ദ ഫോയിറ്റസ് ആൻഡ് പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ഷോക്സ് അല്ലേ. അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അതായത് ഈ ഫോയിറ്റസിന് അവിടെ ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടാവും അല്ലേ, അത് കവർ ചെയ്യാണ് അല്ലേ, എങ്ങനെ കുട്ടീനെയാണ് ഈ കുഞ്ഞിനെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യാണ് അല്ലേ, പല എന്താണ് ഒരു പല ക്ഷതങ്ങളിൽ നിന്നാണ് സംരക്ഷിക്കപ്പെടുന്നത് ചെയ്യുന്നത് എന്താണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണ് അല്ലേ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. എന്താണ് ഇവിടെ പറയുന്നത്? ഈ ഭ്രൂണം എൻഡോമെട്രിയത്തിൽ എത്തിച്ചേർന്ന് വളരുന്ന ഭാഗമാണെന്ന് പ്ലാസെന്റ. ഭ്രൂണകലകളും ഫോയിറ്റൽ ടിഷ്യൂസും യൂട്രീൻ ടിഷ്യൂസ് എന്താണ് ചേർന്നാണ് പ്ലാസെന്റ രൂപപ്പെടുന്നത്. ഇതിൽ നിന്ന് രൂപപ്പെടുന്ന ഈ ഉംബ്ലിക്കൽ കോഡ് എന്താണ് പൊക്കിൾ കൊടി വഴി എന്താണ് ഓക്സിജനും പോഷകങ്ങളും എന്താണ് ഈ ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിൽ എത്തുകയും മാലിന്യങ്ങൾ നീക്കപ്പെടുകയും ചെയ്യുന്നു. അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിൽ എന്താണ് ഈ പ്ലാസെന്റ സഹായിക്കുന്നുണ്ട്. വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ എന്താണ് ഈ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ growth of fetus complete within the amnion, the membranous covering formed from the embryonic cell during the initial stages of the growth അല്ലെ. ആദ്യഘട്ടത്തിൽ എന്താണ് ഈ എംബ്രിയോണിക് സെല്ലുകൾ, എംബ്രിയോണിക് സെല്ലിൽ നിന്ന് രൂപപ്പെടുന്ന ആംനിയോൺ എന്ന ആവരണത്തിനകത്താണെന്ത് കുഞ്ഞിന്റെ വളർച്ച പൂർത്തിയാകുന്നത്. ഈ ആവരണത്തിനുള്ളിലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്താണ് ഗർഭസ്ഥ ശിശുവിന്റെ ഈ നിർജ്ജലീകരണം തടയുകയും ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്
പാർച്ചുറേഷൻ. എന്താണ് പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ പ്രസവം അല്ലേ? എന്താ നോക്കിയേ, എങ്ങനെയാണ് ഇവിടെ നോക്ക്. ദ ജസ്റ്റേഷൻ പീരീഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഈസ് അബൌട്ട് 270 to 280 days. During this period, the fetus completes its growth through gradual changes and the fully grown baby comes out through the vagina. This process is called parturition. The growth of fetus and the birth of the baby are complex process. Only a woman with physical and mentally maturity can accept these changes and give birth to healthy baby. പാർട്ടുറേഷൻ അല്ലേ? അപ്പോൾ എന്താണ് പാർട്ടുറേഷൻ എന്നോട് പറയുന്നത്? 270 മുതൽ 280 ദിവസം വരെ ആണത് മനുഷ്യരിലെ ശരാശരി ഒരു പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് അല്ലേ? ഗർഭകാല ടൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു 270 to 218 days ആണിത് മനുഷ്യരിലെ ശരാശരി ഗർഭകാലം. ഈ കാലയളവിനുള്ളിൽ ഗർഭാശയത്തിനുള്ളിൽ വെച്ച് എന്താണ് ക്രമാനുഗതമായ മാറ്റങ്ങളുടെ വളർച്ച പൂർത്തിയാകുന്ന ഈ ഗർഭസ്ഥ ശിശു യോനീനാളത്തിലൂടെ പുറത്തു വരുന്നു. ഈ പ്രക്രിയയാണ് എന്ത്? ഈ പാർട്ടുറേഷൻ എന്ന് പറയുന്നത്. എന്താണ്? 270 മുതൽ 280 ദിവസമാണിത് മനുഷ്യരിലെ ശരാശരി ഈ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത്, ഗർഭകാലം എന്ന് പറയുന്നത്. ഈ കാലയളവിനുള്ളിൽ എന്താണ് ഗർഭാശയത്തിനുള്ളിൽ വെച്ച് ക്രമാനുഗത മാറ്റങ്ങളിലൂടെ വളർച്ച പൂർത്തിയാകുന്ന ഈ ഗർഭസ്ഥ ശിശു എന്താണ് യോനി നാളത്തിലൂടെ വജിനയിലൂടെ എന്താണ് പുറത്തു വരുന്നു. ഈ പ്രക്രിയയാണ് എന്ത്? പാർട്ടുറേഷൻ എന്ന് പറയുന്നത്. ദ ഗ്രോത്ത് ഓഫ് ഫെറ്റസ് ആൻഡ് ബർത്ത് ഓഫ് ദ ബേബി ആർ കോംപ്ലക്സ് പ്രോസസ്സസ്. ഓൺലി എ വുമൺ വിത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ മെച്യൂരിറ്റി ക്യാൻ ആക്സെപ്റ്റ് ദീസ് ചേഞ്ചസ് ആൻഡ് ഗിവ് ബർത്ത് ടു എ ഹെൽത്തി ബേബി. എന്താണ് ഈ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയും ജനനവും എന്താണ് ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കീർണമായ ഒരു പ്രോസസ്സാണ് അല്ലേ? സങ്കീർണമായ പ്രക്രിയയാണ്. ശാരീരികമായും മാനസികമായും എന്താണ് ഒരു പക്വത ആർജിച്ച സ്ത്രീക്ക് മാത്രമേ ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകാനും കഴിയുള്ളൂ. ഓക്കെ, ദെൻ കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ സൂട്ടബിൾ. ഈ താഴെ തന്നിരിക്കുന്ന ഈ ടേബിൾ നിങ്ങൾക്ക് എന്താക്കുക കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാർട്ട് എന്താണ് ഭാഗവും ധർമ്മവും. അപ്പോൾ എൻഡോമെട്രി എന്താ നമ്മൾ പഠിച്ചു, യൂട്രസ് എന്താ പഠിച്ചു, അതിൻ്റെ ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു, പ്ലാസെൻ്റ പഠിച്ചു, അംബിളിക്കൽ കോഡ് പഠിച്ചു, ആംനിയോം പഠിച്ചു അല്ലേ? അതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എഴുതുക. ദെൻ ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഷോയിങ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഇൻ ഹ്യൂമൻ ബീങ്സ്. എന്താണ് മനുഷ്യ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിക്കുന്നത് നിരീക്ഷിക്കൂ. ഇൻഫാൻസിയാണ് അല്ലേ? എന്താണ് ശൈശവം, ചൈൽഡ്ഹുഡ് എന്താണ് ഒരു ബാല്യം അല്ലേ? പിന്നെ അഡോളസൻസ് എന്താണ് കൗമാരം, പിന്നെ അഡൽട്ട്ഹുഡ് എന്താണ് പ്രായപൂർത്തി അല്ലേ? ഓൾഡ് ഏജ് എന്താണ് വാർദ്ധക്യം. ഓക്കെ, ഓഫ് ദീസ് വാട്ട് സ്റ്റേജസ് ഡു യു ബിലോങ് ടു? റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് യുവർ സ്റ്റേജ് ഓഫ് ഗ്രോത്ത്. ഇത് നിങ്ങൾ ഏത് വളർച്ചാ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്? ബാല്യത്തിലാണ് അല്ലേ? ചൈൽഡ്ഹുഡിലല്ല ഇപ്പോൾ ഉള്ളത് ആണോ? അല്ലെങ്കിൽ അഡോളസൻസിലോ? ചുവടെ നൽകിയ വിവരണം വായിച്ച് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന വളർച്ചാഘട്ടത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അഡോളസൻസ് എ സ്പെഷ്യൽ ഫേസ് ഇൻ ലൈഫ്. കൗമാരം സവിശേഷതകളുടെ ഒരു കാലമാണ്. അഡോളസൻസ് ഇസ് എ പീരീഡ് ഓഫ് ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ്. ദിസ് ഇസ് എ പീരീഡ് ഓഫ് റാപ്പിഡ് ചേഞ്ചസ് ഫ്രോം ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡ്. അക്കോർഡിംഗ് ടു സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO, the adolescence period is from 11 to 19 years. This is a period from the onset of a puberty to the completion of physical growth. Puberty relates to the physical changes that occurs in individuals, thereby making them capable of reproduction. In each individual, the adolescence begins with physical changes, development of brain, rapid increases in height and weight, and increased efficiency of glands are the significant features of this period. എന്താണ് ജീവശാസ്ത്രപരമായ സവിശേഷതകളുടെ കാലമാണ് എന്ത് കൗമാരം എന്ന് പറയുന്നത് അല്ലേ? ഒരു ബാല്യത്തിൽ നിന്നെന്താണ് പൂർണ്ണ വളർച്ചയിലേക്ക് വേഗത്തിലുള്ള മാറ്റങ്ങളുടെ കാലഘട്ടം കൂടിയാണിത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം എന്താണ് 11 മുതൽ 19 വയസ്സ് വരെയാണ് എന്ത് ഈ അഡോളസൻസ് അല്ലെ കൗമാരകാലം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ ഏതിലുള്ളത്? നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? 11 മുതൽ 19 വയസ്സ് വരെയാണ് എന്ത് കൗമാരകാലം എന്ന് പറയുന്നത്. അപ്പൊ അഡോളസൻസ് ടൈം ആണല്ലേ നിങ്ങൾ. പിന്നെന്താണ് പ്യൂബർട്ടിയുടെ ആരംഭം മുതൽ ശാരീരിക വളർച്ച പൂർണ്ണയാകുന്നത് വരെയുള്ള കാലഘട്ടമാണിത്. സന്തോത്പാദന സജ്ജരായ വ്യക്തികളാകുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ശരീരമാറ്റങ്ങളാണ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഈ ടൈമിൽ നിങ്ങൾക്ക് പല മാറ്റങ്ങളും ഉണ്ടാവില്ല, ശാരീരിക മാറ്റങ്ങൾ. ചിലർ സൗണ്ടുകൾ മാറാൻ തുടങ്ങും, അങ്ങനെ പല എന്താണ് ഈ ടൈമിലാണ് നടക്കുന്നത് അല്ലേ? ഓക്കെ, ഓരോ വ്യക്തിയിലും കൗമാരം സ്വാഭാവിക വളർച്ചയുടെ ഭാഗമായ ശരീരമാറ്റങ്ങളിൽ തുടങ്ങുന്നു അല്ലെ? എന്താണ് ഓരോ വ്യക്തിയിലും എന്താണ് കൗമാരം സ്വാഭാവിക വളർച്ചയുടെ ഭാഗമായ ശാരീരിക മാറ്റങ്ങളിൽ തുടങ്ങുന്നു. തലച്ചോറിന്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഈ ഗ്ലാൻസിന്റെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം എന്താണ് ഈ ഘട്ടത്തിന്റെ പ്രത്യേകതകളാണ് അല്ലെ? ആൺകുട്ടികളെ അപേക്ഷിച്ച് എന്താണ് ചേഞ്ചസ്
റിലേറ്റഡ് ടു, ഞാൻ ബോയ്സിനാണ് പറഞ്ഞിട്ട് സൗണ്ടിന്റെ മാറ്റം ഉണ്ടാവുന്നുള്ളത്. ഗേൾസിനാണെങ്കിൽ സ്വീറ്റ് സൗണ്ട് ആവും, ബോയ്സിന്റെ ഒരു സ്ട്രോങ് സൗണ്ട് ആവും അല്ലെ. ചേഞ്ചസ് റിലേറ്റഡ് ടു അഡോളസൻസ് ആർ more rapid in girls than in boys. This is because the parts of brain that control physical and mental changes develop rapidly in girls. Along with the rapid physical changes, intense mental and emotional changes makes അഡോളസൻസ് എ സിഗ്നിഫിക്കൻറ്റ് പീരീഡ് ഇൻ വൺസ് ലൈഫ്. എന്താണ്, ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളിൽ കൗമാരഘട്ട വളർച്ച എന്താണ് വേഗത്തിൽ നടക്കുന്നു. ശാരീരിക മാനസിക മാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗങ്ങൾ പെൺകുട്ടികളിൽ വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്നുണ്ട് എന്നതാണ് ഇതിന്റെ കാരണം. ഈ ദ്രുതഗതിയിലുള്ള ശാരീരിക മാറ്റങ്ങൾക്കൊപ്പം എന്താണ് തീവ്രമായ മാനസിക വൈകാരിക മാറ്റങ്ങൾ എന്താണ് ചേർന്ന് ഈ കൗമാരത്തെ എന്താണ് സവിശേഷമായ മാറ്റുന്നു അല്ലെ. എന്താണ് ഒന്നുകൂടി പറഞ്ഞുതരാം. ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളിൽ എന്താണ് കൗമാരഘട്ട വളർച്ച വേഗത്തിൽ നടക്കുന്നുണ്ട് അല്ലെ. ശാരീരിക മാനസിക മാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗങ്ങൾ എന്താണ് പെൺകുട്ടികളിൽ വേഗത്തിൽ വളർച്ച പ്രാപിക്കുകയാണ് അല്ലെ എന്നതാണ് ഇതിന് കാരണം. ഈ പെട്ടെന്നുള്ള ഈ ശാരീരിക മാറ്റങ്ങൾക്കൊപ്പം എന്താണ് തീവ്രമായ മാനസിക വൈകാരിക മാറ്റങ്ങൾ എന്താണ് ചേർന്ന് കൗമാരത്തെ എന്താണ് സവിശേഷമായ കാലഘട്ടമാക്കി മാറ്റുന്നു. ഇനി നോക്കൂ, അനലൈസ് ദ ബേസിസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ദ മേജർ ഫിസിക്കൽ ചേഞ്ചസ് ഗിവൺ ബിലോ. റൈറ്റ് ഡൗൺ യുവർ ഇൻഫറൻസ് ഇൻ ദ സയൻസ് ഡയറി. എന്താ ചുവടെ തന്നിരിക്കുന്ന കൗമാരഘട്ടത്തിലെ മുഖ്യ ശാരീരിക മാറ്റങ്ങൾ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് നിങ്ങളുടെ ഇൻഫറൻസ് എന്താണ് ഈ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഫിസിക്കൽ ചേഞ്ചസ് ഇൻ അഡോളസൻസ്, എന്താ കൗമാരഘട്ടത്തിലെ ശാരീരിക മാറ്റങ്ങൾ. ബോയ്സിൽ നോക്കൂ, ഗേൾസിലും നോക്കൂ, പറയാം. ബോയ്സ് രണ്ടാളും കമ്പയർ ചെയ്ത് നോക്കാം. ബോയ്സിലാണെങ്കിൽ ഫാസ്റ്റ് ഗ്രോത്ത് ആണ് അല്ലെ, വളർച്ച എന്താണ് ഫാസ്റ്റ് ആണ് അല്ലെ. അതുപോലെ ഗേൾസിലും ഒന്നും എന്താണ് ഫാസ്റ്റ് ഗ്രോത്ത്. ഗ്രോത്ത് ഓഫ് സെക്സ് ഓർഗൻസ് ഗെയിൻസ് മൊമെന്റം. ഇവിടെ ഗ്രോത്ത് ഓഫ് സെക്സ് ഓർഗൻസ് ഗെയിൻസ് മൊമെന്റം. എന്താണ് ലൈംഗിക അവയവങ്ങളുടെ വളർച്ച എന്താണ് ദ്രുതഗതിയിലാകുന്നു അല്ലെ. അതുപോലെ ഗേൾസിലും എന്താണ് ലൈംഗിക അവയവങ്ങളുടെ വളർച്ച എന്താണ് ദ്രുതഗതിയിലാകുന്നു അല്ലെ. ദെൻ ഹെയർ ഗ്രോസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. എന്താണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്താണ് രോമങ്ങൾ വളരുന്നു അല്ലെ. പാർട്സ് ഓഫ് ദ ബോഡിയിലും എന്താണ് ഈ ഹെയർ വളരുന്നുണ്ട്. എവിടേക്കാണ് പ്യൂബിക് റീജിയൻ, ആംപിറ്റ്സ്, ഫേസ്, ചെസ്റ്റ്. എന്താണ് ഇവിടെ പറയുന്നത് ജനനേന്ദ്രിയ ഭാഗം, അതുപോലെ എന്താണ് കക്ഷം, മുഖം, മാറ്, ഇവിടെയൊക്കെ എന്താണ് ബോയ്സിന് രോമങ്ങൾ വളരുന്നുണ്ട് അല്ലെ. പിന്നെ ഹെയർ ഗ്രോസ് ഇൻ ദ പ്യൂബിക് റീജിയൻ ആൻഡ് ദി ആംപിറ്റ്സ്. എന്താണ് ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും എന്താണ് പെൺകുട്ടികളിലും രോമങ്ങൾ വളരുന്നുണ്ട് അല്ലെ. ഇനി നെക്സ്റ്റ് ബോയ്സിൽ നോക്കിയാൽ പിച്ച് ഓഫ് ദ വോയിസ് ഡീപെൻസ് അല്ലെ. ശബ്ദത്തിന് എന്താണ് ഗാംഭീര്യം കൂടുന്നു അല്ലെ. പിച്ച് ഓഫ് ദ വോയിസ് ബിക്കംസ് ഷാർപ്പ്. ഗേൾസിന്റെ കാര്യത്തിലോ അവരുടെ എന്താണ് ശബ്ദ സൗകുമാരി എന്താണ് കൂടുതൽ നല്ല ഷാർപ്പ് ആവുന്നുണ്ട് അല്ലെ, നല്ലൊരു സ്വീറ്റ് ആവുന്നുണ്ട്. ഗ്ലാൻസ് ഇൻ ദ സ്കിൻ ബിക്കം മോർ ആക്റ്റീവ്. പിന്നെന്താണ് ത്വക്കിലെ ഈ ഗ്ലാൻസുകളുടെ പ്രവർത്തനം എന്താണ് വർദ്ധിക്കുന്നു അല്ലെ. സ്കിന്നിലുള്ള ഗ്ലാൻസിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, ദെൻ പിന്നെ പറയുന്നത് എന്താണ് ഗ്ലാൻസ് ഇൻ ദ സ്കിൻ ബിക്കം മോർ ആക്റ്റീവ്, ബ്രസ്റ്റ് ഡെവലപ്പ്. ഇവിടെ പറയുന്നത് എന്താണ് ഈ സ്കിന്നിലുള്ള ഗ്ലാൻസുകളുടെ പ്രവർത്തനം വർദ്ധിക്കുന്നു, അതുപോലെ ബ്രസ്റ്റ് വളർച്ച എന്താണ് സ്തന വളർച്ച ഉണ്ടാകുന്നു അല്ലെ. മാറിടൊക്കെ വലുതാവുന്നുണ്ട് ആ ടൈമിൽ. ദെൻ നെക്സ്റ്റ് എന്താണ് ഷോൾഡർ ബോൺസ് എക്സ്പാൻഡ്. എന്താണ് തോളലുകൾക്ക് വികാസം സംഭവിക്കുന്നു അല്ലെ. ഷോൾഡർ ബോൺസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. തോളലുകൾക്ക് എന്താണ് വികാസം സംഭവിക്കുന്നു. ഹിപ്പ് ബോൺസ് വൈഡൻ. ഇവിടെ എന്താ ഇടുപ്പല്ലുകൾക്ക് അല്ലെ ഹിപ്പ് ബോൺസിനാണ് എന്താ ഇവിടെ വികാസം സംഭവിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ബോയ്സിന് എന്താണ് ഇജാക്കുലേഷൻ സ്റ്റാർട്ട്. എന്താണ് ശുക്ലവിസർജനം ആരംഭിക്കുന്നു. ഇവിടെയോ ഗേൾസിന്റെ കേസിലോ യെസ് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ. ആർത്തവം ആരംഭിക്കുന്നു ഈ ഗേൾസിന്റെ കേസിൽ. ഇവിടെ ഫിസിക്കൽ ചേഞ്ചസ് ഇൻ അഡോളസൻസിന്റെ ആ കൗമാരഘട്ടത്തിലെ ശാരീരിക മാറ്റങ്ങളാണ് ബോയ്സിന്റെയും ഗേൾസിനും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി ഇവിടെ നോക്കി ഒരു ഇൻഡിക്കേറ്റർ തന്നിട്ടുണ്ട് അല്ലേ. ഇതെന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എഴുതുക. വാട്ട് ഈസ് അഡോളസൻസ്? എന്താണ് അഡോളസൻസ്? എന്താണ് കൗമാരകാലം? ഹൗ ഡസ് അഡോളസൻസ് ഇൻഫ്ലുവൻസ് ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ? അപ്പോൾ ഈ കൗമാര വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ സ്വാധീനിക്കുന്നത് എങ്ങനെ? Why is the rate of adolescence growth higher in girls than in boys? പെൺകുട്ടികളിൽ ആൺകുട്ടികളേക്കാൾ വേഗത്തിൽ കൗമാരഘട്ട വളർച്ച നടക്കാൻ കാരണം എന്ത്? Is there any need to be anxious about the physical changes during adolescence? Why? കൗമാരകാലത്തെ ശാരീരിക മാറ്റങ്ങളിൽ ഉത്കണ്ഠപ്പെടേണ്ടതുണ്ടോ? എന്തുകൊണ്ട്? വേണോ ഉത്കണ്ഠപ്പെടേണ്ടതുണ്ടോ? വേണ്ട അല്ലേ. ദെൻ നോക്കൂ, അനീമിയ കോസസ് ആൻഡ് റെമഡീസ്. ഇനി എന്താ അനീമിയ? കാരണങ്ങളും പരിഹാരങ്ങളും ഉണ്ട് അല്ലെ. അനീമിയ ഇസ് എ കണ്ടീഷൻ കോസ്ഡ് ഐദർ ബൈ റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് റെഡ് ബ്ലഡ്
corpuscles in blood or by the deficiency of hemoglobin. The pigment in red blood corpuscles when anemic blood loses its capacity to carry oxygen and the person feels weak and exhausted. It also causes loss of memory and concentration as anemia affects brain's efficiency. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണത്തിലുള്ള കുറവ് കൊണ്ടോ ചുവന്ന രക്താണുക്കളിലെ വർണ്ണവസ്തുവായ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമോ ഉണ്ടാകുന്ന അവസ്ഥയാണിത് അനീമിയ എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷണമാണിത് വിളർച്ച. അനീമിയ ബാധിച്ചാൽ രക്തത്തിന് ഓക്സിജനെ വഹിക്കാനുള്ള ശേഷി കുറയുകയും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയും ചെയ്യും. തലച്ചോറിന്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്നതിനാൽ ഓർമ്മയും മെമ്മറിയും ഏകാഗ്രതയും കുറയാനും ഇതിന് കാരണമാകുന്നു. ഡെഫിഷ്യൻസി ഓഫ് അയൺ ഇൻ ദ ബോഡി ഈസ് വൺ ഓഫ് ദ കോസസ് of anemia. It can be remedied by including iron-rich food items in the diet. Though iron tablets may be used as an immediate solution, it is advisable to ensure the availability of nutrients through regularization of food habits. എന്താണ് അനീമിയയിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ ഒന്നാണിത് ശരീരത്തിലെ ഇരുമ്പിന്റെ അഭാവം. ഇരുമ്പ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നത് ശീലമാക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കാം. പെട്ടെന്നുള്ള പരിഹാരമായി അയൺ ഗുളികകൾ ഉപയോഗിക്കാമെങ്കിലും ഭക്ഷണ ക്രമീകരണത്തിലൂടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. എന്താണ് അനീമിയയിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ ഒന്നാണെന്ത് ശരീരത്തിന്റെ ഇരുമ്പിന്റെ അതായത് അയണിന്റെ ഡെഫിഷ്യൻസി ഓഫ് അയൺ, ഇരുമ്പിന്റെ അഭാവം. അനീമിയയിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ ഒന്നാണ് എന്ത് ഡെഫിഷ്യൻസി ഓഫ് അയൺ, ശരീരത്തിലെ ഡെഫിഷ്യൻസി ഓഫ് അയൺ. ഇരുമ്പ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നത് ശീലമാക്കിയാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. പെട്ടെന്നുള്ള പരിഹാരമായി എന്താണ് നമുക്ക് അയൺ ഗുളികകൾ ഉപയോഗിക്കാമെങ്കിലും ഭക്ഷണ ക്രമീകരണത്തിലൂടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്താ ഇവിടെ പറയുന്നത് നോക്കൂ. അഡോളസൻസ് ആൻഡ് ഫുഡ്. ഇനി എന്താ കൗമാരവും ഭക്ഷണമാണ് അല്ലെ. പ്രോപ്പർ ന്യൂട്രീഷൻ ഈസ് നെസസറി ഫോർ റാപ്പിഡ് ഗ്രോത്ത്. ഡു യു ഫോളോ ഫുഡ് ഹാബിറ്റ്സ് ദാറ്റ് എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്? റീഡ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഗിവൺ ബിലോ. എന്താണ് ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് ശരിയായ പോഷണം ആവശ്യമാണ് അല്ലെ. ഈ പോഷണ ലഭ്യത ഉറപ്പുവരുത്തുന്ന ഭക്ഷണശീലമാണോ നിങ്ങൾ പിന്തുടരുന്നത്? ചൂടെ നൽകിയ പത്രവാർത്ത ഒന്ന് ശ്രദ്ധിക്കുക. ന്യൂഡൽഹി. ഇൻ ഇന്ത്യ 56% of adolescent girls and 30% of adolescent boys suffer from chronic anemia due to the deficiency of iron. To prevent this, the Ministry of Health has launched a project to supply iron tablets to 13 crores of students coming under the age group of 10 to 19 years. ന്യൂഡൽഹി. എന്താണ് ഇന്ത്യയിലെ കൗമാര പ്രായക്കാരായ പെൺകുട്ടികളിൽ 56%, അതുപോലെ ആൺകുട്ടികളിൽ 30% എന്താണ് പേർക്ക് ഇരുമ്പിന്റെ അഭാവം മൂലമുള്ള അയണിന്റെ ഡെഫിഷ്യൻസി മൂലമുള്ള ഗുരുതരമായ അനീമിയ രോഗം. ഇത് തടയുന്നതിന് 10 മുതൽ 19 വരെയുള്ള പ്രായമുള്ള 13 കോടി കുട്ടികൾക്ക് അയൺ ഗുളികകൾ നൽകുന്ന പദ്ധതി കേന്ദ്ര ആരോഗ്യ വകുപ്പ് ആരംഭിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പം അയണിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്താണ് കുട്ടികൾക്ക് അനീമിയ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ ആ ഗുളിക കൊടുക്കുകയാണല്ലേ അയൺ ടാബ്ലറ്റ്സ് കൊടുക്കുന്നത്. വാട്ട്സ് ദ സർക്കംസ്റ്റൻസ് ദാറ്റ് led to the supply of iron folic acid tablets to students. അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? വാട്ട് ഇസ് ദ റോൾ ഓഫ് ഫുഡ് ഹാബിറ്റ്സ് ടു ഓവർകം ദിസ് സിറ്റുവേഷൻ? ഈ സാഹചര്യത്തെ മറികടക്കുന്നതിന് ഭക്ഷണ ക്രമീകരണത്തിനുള്ള പങ്ക് എന്ത്? ഹൗ ഷുഡ് ദ ഫുഡ് ഹാബിറ്റ്സ് ബി റെഗുലറൈസ്ഡ് സോ ആസ് ടു എൻഷ്യൂർ ദ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ് ഫോർ ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ബോഡി ഇൻ അഡോളസൻസ്? കൗമാരത്തിലെ വേഗത്തിലുള്ള ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ലഭ്യത ഉറപ്പുവരുത്താൻ ഭക്ഷണ രീതി എങ്ങനെ ക്രമീകരിക്കണം ചർച്ച ചെയ്യാം അല്ലെ. ഫുഡ് certain tips to follow. ഇനി എന്താണ് ഭക്ഷണം ചില മാർഗനിർദ്ദേശങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡു നോട്ട് സ്കിപ്പ് ഇറ്റ് ഡ്യൂറിങ് ബിസി ഷെഡ്യൂൾ. ഇതാണ് നിങ്ങൾക്കൊക്കെ പ്രശ്നം അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എന്താണ് കഴിക്കാറുണ്ട്? അധികം ആൾക്കാരും ഇല്ല അല്ലെ. ചിലപ്പോൾ എന്താണ് തിരക്കിട്ടിട്ട് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തയ്യാറില്ല എന്നും പറഞ്ഞിട്ട് സ്കൂളിലേക്ക് ഓടിപ്പോകില്ല. അങ്ങനെ ഇതാവരുത് അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിക്കാം അല്ലെ. പ്രഭാത ഭക്ഷണം പ്രധാനമാണ് അല്ലെ. തിരക്കിനിടയിൽ എന്താണ് അത് ഒഴിവാക്കാൻ പാടില്ല. ഹാവ് റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് അറ്റ് ദ റൈറ്റ് ടൈം. എന്താ ശരിയായ സമയത്ത് എന്താണ് ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കുക. ചൂസ് എ ഡയറ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് പൾസസ്. പഴങ്ങളും പച്ചക്കറികളും പയർവർഗ്ഗങ്ങളും ഉൾപ്പെട്ട ഭക്ഷണ രീതി തിരഞ്ഞെടുക്കുക. റെഡ്യൂസ് ദ ഇൻടേക്ക് ഓഫ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷ്യവസ്തുക്കൾ എന്താണ് കുറയ്ക്കുക. ശരിയായ സമയത്ത് ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും പയർവർഗ്ഗങ്ങളും ഉൾപ്പെട്ട ഭക്ഷണ രീതി തിരഞ്ഞെടുക്കുക. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷ്യവസ്തുക്കൾ എന്താക്കുക ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക അല്ലെ. റെഡ്യൂസ് ചെയ്യുക. പിന്നെന്താ അവിടെ പറയുന്നത്? യൂസ് ഷുഗർ ആൻഡ് സോൾട്ട് ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ്. പഞ്ചസാര, ഉപ്പ് എന്നിവ എന്താ മിതമായി ഉപയോഗിക്കുക. ഡു നോട്ട് ബി ഹാബിറ്റുവേറ്റഡ്
ടു ബോട്ടിൽഡ് ഡ്രിങ്ക്സ്, പാക്കറ്റ് ഫുഡ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. എന്താ, കുപ്പിപ്പാനീയങ്ങൾ, പാക്കറ്റ് ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ് എന്നിവ ശീലമാക്കാതിരിക്കുക. റിമെമ്പർ ദാറ്റ് ചോക്ലേറ്റ്, സ്വീറ്റ്സ് ആൻഡ് ഐസ്ക്രീംസ് ആർ നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. ചോക്ലേറ്റ്, മധുരപലഹാരങ്ങൾ, ഐസ്ക്രീം എന്നിവ എന്താണ്, ആരോഗ്യത്തിന് ഗുണകരമല്ലെന്ന് ഓർക്കുക. പിന്നെന്താണ്, keep in mind that excessive likes and dislike of food items will adversely affect health. ആഹാര സാധനങ്ങളോടുള്ള അമിത ഇഷ്ടാനിഷ്ടങ്ങളും നിബന്ധനകളും എന്താണ്, ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തിരിച്ചറിയുക. Develop the habits using seasonal leafy vegetables and fruits available in the locality. എന്താണ്, ഓരോ കാലത്ത് നാട്ടിലുണ്ടാകുന്ന ഇലക്കറികളും പഴവർഗ്ഗങ്ങളും ഉപയോഗിക്കാൻ ശീലിക്കുക. Okay, then adolescence, a period of challenges. Adolescence and the concept of beauty. അതേ നോക്കാം അല്ലെ, കൗമാരവും സൗന്ദര്യ സങ്കല്പവും അല്ലെ. The heroic images created by the media with commercial interest influence the adolescent minds very quickly. Adolescents are very conscious about their body. They mistake external appearance for personality. This makes them use synthetic cosmetics, change their food habits and follow unscientific exercises. It may cause severe health problem. The eating disorder known as anorexia is an example. Regular skipping of food with an intention to make the body slim may cause an aversion to food which is called anorexia. എന്താണ്, മാധ്യമങ്ങളും മറ്റും വാണിജ്യ താല്പര്യത്തോടെ സൃഷ്ടിക്കുന്ന നായിക സങ്കല്പങ്ങൾ കൗമാരക്കാരെ വേഗത്തിൽ സ്വാധീനിക്കും. സ്വന്തം ശരീരത്തെക്കുറിച്ച് അതീവ ബോധമുള്ളവരാകുന്ന കാലഘട്ടമാണ് എന്ത്, ഈ കൗമാരം എന്ന് പറയുന്നത് അല്ലേ. നിങ്ങളൊക്കെ ഇപ്പോൾ ഈ ടൈമിൽ എന്താണ്, നമ്മളെ ബോഡി അതുവരെ മുഖത്തിന്റെ സൗന്ദര്യമൊക്കെ കൂട്ടാൻ നോക്കുന്ന ടൈമാണ് അല്ലേ. പുറമോടിയാണ് വ്യക്തിത്വം എന്ന് തെറ്റിദ്ധരിച്ച് കൃത്രിമ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുന്നതും വ്യായാമ മുറകൾ അശാസ്ത്രീയമായി പിന്തുടരുന്നതും എന്താണ്, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ശരീരം മെലിയാനായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം എന്താണ്, ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന അനോറക്സിയ പോലുള്ള രോഗാവസ്ഥക്ക് ഇതിന് ഉദാഹരണമാണ് അല്ലേ. അപ്പൊ എന്താണ്, നമ്മൾ ശരീരം മെലിയാൻ വേണ്ടി അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കരുത്, ആവശ്യത്തിനുള്ള ഫുഡും ഇതൊക്കെ നമ്മൾ കഴിച്ചിരിക്കണം. ഓക്കെ, ദെൻ അഡോളസൻസ്, എ പീരീഡ് ഓഫ് ചലഞ്ചസ്. എന്താണ്, കൗമാരം വെല്ലുവിളികളുടെ ഒരു കാലമാണ് അല്ലേ. റാപ്പിഡ് ചേഞ്ചസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ഡ്യൂറിംഗ് അഡോളസൻസ് cause mental and emotional disturbances. The adolescent loses the concentration and freedom of a child which he or she used to enjoy. At the same time, he or she does not get recognition as an adult either. It causes identity crisis. A lack of awareness about one's own personality during this period leads to immature decision making. As a result, an adolescent may fall prey to evil influences such as limitations tendency, bad friendship and bad habits, misuse of mobile phones and internet, etc. It is essential to overcome these challenges and keep away from exploitations and temptations. In short, your ability to say no to whoever approaches you with a wrong intention will protect you from dangers. എന്താണ്, കൗമാരകാലത്ത് ഹോർമോൺ ഉൽപാദനത്തിലും തലച്ചോറിന്റെ വികാസത്തിലും ഉണ്ടാകുന്ന ചടുലമായ മാറ്റങ്ങൾ മാനസിക വൈകാരിക പ്രക്ഷുബ്ധതയ്ക്ക് കാരണമാകും. കുട്ടി എന്ന നിലയിൽ ലഭിച്ചിരുന്ന പരിഗണനയും സ്വാതന്ത്ര്യവും നഷ്ടമാവുകയും എന്നാൽ മുതിർന്ന വ്യക്തിയായി അംഗീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് എന്താണ്, സമൂഹത്തിലെ തന്റെ സ്ഥാനത്തെക്കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കും. വ്യക്തിത്വത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ രൂപപ്പെടാത്തതും തീരുമാനങ്ങളിലെ പക്വതക്കുറവ് മൂലം അനുകരണ ഭ്രമം, ചീത്ത കൂട്ടുകെട്ട്, ദുശ്ശീലങ്ങൾ, മൊബൈൽ ഇന്റർനെറ്റ് ദുരുപയോഗം എന്നിങ്ങനെ പല സ്വാധീനത്തിന് എന്താണ്, അടിമപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അല്ലെ. ഈ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനോടൊപ്പം എന്താണ്, ചൂഷണങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വിധേയരാകാതിരിക്കുകയും വേണം അല്ലെ. തെറ്റായ ഉദ്ദേശത്തോടെ സമീപിക്കുന്നവർ ആരായിരുന്നാലും ഉറച്ച ശബ്ദത്തോടെ നോ എന്ന് പറയാനുള്ള നിങ്ങളുടെ ആർജവം അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും അല്ലേ. അപ്പൊ എന്താണ്, നമുക്ക് ഇപ്പൊ ഈ പ്രായം എന്ന് പറയുന്നത് എന്താണ്, ചെറിയ കുട്ടിയിൽ നിന്ന് മാറിയില്ലേ. അപ്പൊ ചെറിയ കുട്ടി എന്നുള്ളതും പക്ഷെ വലിയൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കരുതപ്പെടുന്നില്ല അല്ലെ. ആ ഏജ് ആണ് ഇപ്പോൾ അല്ലെ. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പോൾ നിങ്ങൾ എന്താക്കരുത്, ഇതിൽ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ രൂപപ്പെടുത്തുക ചെയ്യുക. അതുപോലെ എന്താണ്, ഈ തീരുമാനത്തിലെ പക്വത കുറവ് മൂലം എന്താണ്, നിങ്ങൾക്ക് അനുകരണ ഭ്രമവും ചീത്ത കൂട്ടുകെട്ടും ദുശ്ശീലങ്ങളും മൊബൈൽ ഇന്റർനെറ്റ് ദുരുപയോഗം എന്നിങ്ങനെ പല സ്വാധീനത്തിന് അടിമപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതിലൊന്നും നിങ്ങൾ ചെന്ന് ചാടരുത് കേട്ടോ. ഈ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനോടൊപ്പം എന്താണ്, നിങ്ങൾക്ക് ചൂഷണങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും എന്താണ് വിധേയരാകാതിരിക്കുകയും വേണം അല്ലെ. തെറ്റായ ഉദ്ദേശത്തോടെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ എന്താണ്, നിങ്ങൾ ഉറച്ച ശബ്ദത്തോടെ എന്താണ് നോ എന്ന് പറയണം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് എന്താ നോ എന്ന് പറയാനുള്ള നിങ്ങളുടെ ആർജവം എന്താണ്, നമ്മളെ പല ഡേഞ്ചേഴ്സിൽ നിന്നും നമ്മളെ രക്ഷിക്കും. ഓക്കെ, ദെൻ
അഡിക്റ്റീവ് ഹാബിറ്റ്സ്, അടിമപ്പെടുത്തുന്ന ശീലങ്ങളുണ്ട് അല്ലേ. 3.3 മില്യൺ സ്ലേവ്സ് ആർ ലോസ്റ്റ് ഡ്യൂ ടു ആൽക്കഹോളിസം എവ്രി ഇയർ. ലോകത്ത് മദ്യപാനം മൂലം പ്രതിവർഷം നഷ്ടപ്പെടുന്നത് എത്രയാണ്? 3.3 ദശലക്ഷം മനുഷ്യജീവനുകളാണ് അല്ലേ. സ്മോക്കിംഗ് കിൽസ് നിയർലി 6 മില്യൺ പീപ്പിൾ എവറി ഇയർ ഓൾ ഓവർ ദ വേൾഡ്. പുകവലി മൂലം എന്താണ് ലോകമെമ്പാടും ഓരോ വർഷവും മരിക്കുന്നത് എന്താണ്? 6 മില്യൺ പീപ്പിൾ ആണ് അല്ലേ. പിന്നെന്താണ്? യൂസ് ഓഫ് ഡ്രഗ്സ് കോസസ് ദ ഡെത്ത് ഓഫ് 2 lakhs എവറി ഇയർ. എന്താണ്? മയക്കുമരുന്ന് ഉപയോഗം എന്താണ് വഴി ലോകത്ത് പ്രതിവർഷം മരിക്കുന്നത് എന്താണ്? 2 ലക്ഷം പേരാണ് അല്ലേ. അപ്പോൾ ഡിഡ് യു ഒബ്സർവ് ദ ഹെഡ്ലൈൻസ്? ഈ വാർത്താ തലക്കെട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ. ദീസ് ആർ ബാഡ് ഹാബിറ്റ്സ് വി ബിക്കം അഡിക്റ്റഡ് ടു, യൂസ്ഡ് ഇനീഷ്യലി ഔട്ട് ഓഫ് എ ക്യൂരിയോസിറ്റി ഓർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രണ്ട്സ്. ദേ സബ്ഡ്യൂ ആസ് ഫിസിയോളജിക്കലി ആൻഡ് വി കനോട്ട് എസ്കേപ്പ് ഈവൻ ഇഫ് വി ഡിസയർ ടു ഡു സോ. എന്താണ്? കൗതുകത്താലോ കൂട്ടുകാരുടെ സ്വാധീനത്താലോ ഒരിക്കൽ ഉപയോഗിച്ചാൽ എന്താണ്? അറിയാതെ അടിമപ്പെട്ടു പോവുകയും പിന്നീട് ആഗ്രഹിച്ചാലും രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം എന്താണ്? മാനസികമായി നമ്മെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നവയാണെന്ത്? ഈ ദുശീലങ്ങൾ അല്ലേ. എന്താണ്? നമ്മൾ കൗതുകത്തോടോ അല്ലെങ്കിൽ കൂട്ടുകാർ നിർബന്ധിക്കുകയാണ് എന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരിക്കലും ഉപയോഗിച്ചാൽ എന്താണ്? അറിയാതെ അടിമപ്പെട്ടു പോവുകയും ചെയ്യും അല്ലേ. പിന്നീട് നമ്മൾ ആഗ്രഹിച്ചാൽ ഇന്ന് രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം എന്താണ്? മാനസികമായി നമ്മളെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ ദുശീലം. അതുകൊണ്ട് നിങ്ങൾ എന്താക്കരുത്? ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. ഓക്കെ, ഡ്രഗ്സ് ആണെങ്കിലും സ്മോക്കിംഗ് ആണെങ്കിലും അതുപോലെ എന്താണ് ഇവിടെ പറയുന്നത് ആൽക്കഹോളിസം ഒക്കെ ആണെങ്കിൽ എന്താണ്? ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ നല്ല മക്കളായി വളരുക. ഓക്കെ, ഓർഗനൈസ് ആൻഡ് അവയർനെസ് പ്രോഗ്രാംസ് അഗെയിൻസ്റ്റ് സച്ച് ബാഡ് ഹാബിറ്റ്സ് അണ്ടർ ദ ഓഫീസസ് ഓഫ് ദ സ്കൂൾ ഹെൽത്ത് ക്ലബ്ബ്. സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദുശീലങ്ങൾക്കെതിരായ ഒരു ബോധവൽക്കരണ പരിപാടി എന്താണ് നിങ്ങൾ ഏറ്റെടുത്തിട്ട് അത് നടപ്പിലാക്കുക. ഓക്കെ. In front of the computer, I forget everything. I am not able to concentrate on my studies. കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന എല്ലാം മറക്കും, പഠനത്തിൽ ശ്രദ്ധ പതിപ്പിക്കാനേ കഴിയുന്നില്ല എന്ന് പറയാനല്ലേ. എവറിബഡി സേസ് ദാറ്റ് റെക്ലെസ്നെസ് ഈസ് ഡേഞ്ചറസ് ബട്ട് ഐ ലൈക്ക് ബീങ് അഡ്വഞ്ചറസ്. എടുത്തുചാട്ടം കൂടുതലാണ്, അത് അപകടം വരുത്തി വെക്കുമെന്ന് എല്ലാവരും പറയുന്നു, പക്ഷേ ഞാൻ സാഹസികത ഇഷ്ടപ്പെടുന്നു. അതാണ് ഈ കുട്ടി പറയുന്നത് അല്ലേ. ഡിഡ് യു നോട്ടീസ് ദ ഇല്ലുസ്ട്രേഷൻ? ഈ ഇല്ലുസ്ട്രേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? എക്സ്ട്രീം റാഷ്നെസ് ആൻഡ് മിസ്യൂസ് ഓഫ് മൊബൈൽ ഫോൺ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആർ ഡേഞ്ചറസ് ബാഡ് ഹാബിറ്റ്സ് ആർ ഇൻ ദ എന്താണ് ഈ അഡ്വഞ്ചറസിൽ അമിത സാഹസികതയും മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ തുടങ്ങിയവയുടെ ദുരുപയോഗം എന്താണ്? അപകടകരമായ ദുശീലങ്ങൾ തന്നെയല്ലേ ആണ് അല്ലേ. വിച്ച് ആർ ദ അതർ സിമിലർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ അഡോളസൻസ്. ഇതുപോലെ കൗമാരക്കാർ അഭിമുഖീകരിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഹൗ ക്യാൻ വി ഓവർകം സച്ച് പ്രോബ്ലംസ്? ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ മറികടക്കാം, ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സൈഡിൽ എന്താ കൊടുക്കുന്നത്? പാത്ത് ടു ഡിസ്ട്രക്ഷൻ. എന്താണ് പാത്ത് ടു ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? നാശത്തിലേക്കുള്ള വഴി അല്ലേ. Tobacco contains more than 7,000 chemicals such as nicotine, benzene, etc. About 70 of these chemicals are carcinogens. Smoking reduces the diameter of blood capillaries and prevent the diffusion of oxygen into the tissue. Smoking and the use of tobacco product are the main causes of cancer in the mouth, lungs, throat, esophagus, etc. Collect information regarding the health and social issues caused by smoking, alcoholism, drug addiction, etc. Record them in your science diary. എന്താണ് പറയുന്നത്? നിക്കോട്ടിൻ, ബെൻസീൻ എന്നിങ്ങനെ 1000-ലധികം കെമിക്കൽ സബ്സ്റ്റൻസുകളൊക്കെ എന്താണ് ഈ പുകയിലയിൽ ഉണ്ട് അല്ലേ. ഇവയിൽ 70ഓളം രാസവസ്തുക്കൾ എന്താണ് ക്യാൻസറിന് കാരണമാകുന്നു. പുകവലി എന്താണ് രക്തക്കൊയലുകളുടെ വ്യാസം കുറയ്ക്കുന്നതിനാൽ ശരീര ബോഡി ടിഷ്യൂവിൽ എന്താണ് ഓക്സിജൻ എത്തുന്നതിന് തടസ്സമാകുന്നു അല്ലേ. വായുവിലും ശ്വാസകോശത്തിലും തൊണ്ടയിലും അന്നനാളത്തിലും ഉണ്ടാകുന്ന ക്യാൻസറിന്റെ പ്രധാന കാരണം എന്താണ്? ഈ പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവുമാണ്. പുകവലി, മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം എന്നിവ സൃഷ്ടിക്കുന്ന ആരോഗ്യ സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് എന്താണ് വിവരശേഖരണങ്ങൾ നടത്തിയിട്ട് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എന്താ ഒരു നോട്ടീസോ എന്താണ് ഒരു പോസ്റ്ററൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത എന്താ ഇവിടെ പറയുന്നത്? നീഡ് ഫോർ അസർട്ടീവ്നെസ്. എന്താണ് നീഡ് ഫോർ അസർട്ടീവ്നെസ്? ഉറച്ച പ്രതികരണത്തിന്റെ പ്രാധാന്യം എന്താണ്? ഇഫ് വി ക്യാൻ സേ ആൻ എംഫാറ്റിക് നോ അറ്റ് ദ റൈറ്റ് ടൈം വി ക്യാൻ അവോയ്ഡ് മെനി ഡേഞ്ചേഴ്സ് അല്ലെ. എന്താ തക്ക സമയത്ത് ഉറച്ച ശബ്ദത്തിൽ നോ എന്ന് പറയാൻ ശീലിച്ചാൽ എന്താണ് പല അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടുവാർഡ് ദിസ് സ്റ്റേറ്റ്മെന്റ്? ഈ പ്രസ്താവനയോട് നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കുന്നു? ശരിയല്ലേ കുട്ടി പറഞ്ഞത്? ക്യാൻ യു സൈറ്റ് സച്ച് ഇൻസ്റ്റൻസസ്? എന്തെല്ലാമാണ് ഇത്തരം സന്ദർഭങ്ങൾ? ഹൗ വിൽ യു
റെസ്പോണ്ട് ഇഫ് സച്ച് ഇൻസ്റ്റൻസ് ഒക്കർ ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക, ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. ഇനി ഹെൽപ്പിംഗ് ഹാൻഡ്സ് നോക്കൂ, സർവീസ് ഓഫ് എ നേഴ്സ് അല്ലേ, എന്താ ഒരു നേഴ്സിൻ്റെ സേവനം. ഹെൽത്ത് ക്ലബ്ബ്, പിന്നെന്താണ് സംശയങ്ങൾ ഇതിലിടുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെന്താ ഇവിടെ പറയുന്നത്, മെഡിക്കൽ ക്യാമ്പ്, സർവീസ് ഓഫ് എ കൗൺസിലർ, മെഡിക്കൽ ക്യാമ്പുണ്ട്, കൗൺസിലറുടെ സേവനം അല്ലേ. ആർ സച്ച് ഫെസിലിറ്റീസ് അവൈലബിൾ ഇൻ സ്കൂൾ, ഇത്തരം സൗകര്യങ്ങൾ വിദ്യാലയങ്ങളിൽ ലഭ്യമാണോ. ഹൗ ക്യാൻ വി മേക്ക് യൂസ് ഓഫ് ദീസ് ഫെസിലിറ്റീസ്, എന്തെല്ലാം തരത്തിൽ ഈ സൗകര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം, ഡിസ്കസ്. ദെൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ഇനി എന്താണ് വ്യക്തിത്വ വികാസ കളരികൾ അല്ലേ. എന്താണ് വി ഹാവ് അറൌണ്ട് അസ് എ ലോട്ട് ഓഫ് പോസിബിലിറ്റീസ് ഫോർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. പാർട്ടിസിപ്പേറ്റ് ഇൻ കളക്റ്റീവ് എഫേർട്സ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ദ സ്കൂൾ ദാറ്റ് ഹെൽപ്പ് us nurture our talents and also develop and promote services, mentality, leadership and discipline. Develop and grow as impressive personalities. എന്താണ് വ്യക്തി വികാസത്തിന് ഉതകുന്ന നിരവധി സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. സ്വന്തം കഴിവുകൾ പരിപോഷിപ്പിക്കാനും സേവന ശ്രദ്ധത, നേതൃപാഠവും അച്ചടക്കം തുടങ്ങിയ നല്ല ശീലങ്ങൾ ആർജിക്കാനും നമ്മെ സഹായിക്കുന്ന സ്കൂളിനകത്തും പുറത്തുമുള്ള സംഘടിത ശ്രമങ്ങളിൽ എന്താണ് പങ്കാളിയാകുക, മറ്റുള്ളവരിൽ മതിപ്പുണ്ടാകുന്ന വ്യക്തികളായിട്ട് വളരുകയും ചെയ്യുക. അങ്ങനെ ചെയ്യണം. മറ്റുള്ളവരിൽ എന്താണ് നമുക്ക് ഒരു മതിപ്പുണ്ടാവണം, അവനെ ഓക്കെയാണ്, നല്ല കുട്ടിയാണ്, ഇങ്ങനെ ആവണം കുട്ടികൾ, അങ്ങനെയൊക്കെ അല്ലേ മതിപ്പുണ്ടാകുന്ന അങ്ങനത്തെ വ്യക്തിത്വങ്ങളായിട്ട് നിങ്ങൾ മാറുക. അതിന് നമ്മൾ എന്താണ് നന്നായി പരിശ്രമിക്കണം അല്ലേ, വെറുതെ നടത്താൻ പറ്റൂല അല്ലേ. അങ്ങനത്തെ എന്താണ് അങ്ങനെ എന്താ വ്യക്തിത്വം ഉള്ള ഒരു നല്ല പതിപ്പുണ്ടാകുന്ന വ്യക്തികളായി നമ്മൾ മാറണം. ഓക്കെ. ദെൻ ഹെൽത്ത് ക്ലബ്, ഹെൽത്ത് അവയർനെസ് ക്ലാസ്, health awareness class, adolescent health issue, paper presentation by Dr. Priyam Vada, Venue, School Auditorium, all are welcome. ഇവിടെ ഒരു നോട്ടീസാണ് അല്ലേ, ഹെൽത്ത് ക്ലബിൻ്റെ അല്ലേ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ആണ് അല്ലേ. എന്താണ് കൗമാരക്കാല ആരോഗ്യ പ്രശ്നങ്ങളാണ് അല്ലേ ഇവിടെ പറയുന്നത്. ആരാണ് അവതാരക, ഡോക്ടർ പ്രിയംവദയാണ്. വേദി എവിടെയാണ്, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞിട്ടില്ലേ. സച്ച് പ്രോഗ്രാംസ് ക്യാൻ ബി കണ്ടക്റ്റഡ് ഇൻ യുവർ സ്കൂൾ ടു, ഇത്തരം പരിപാടികൾ നിങ്ങളുടെ സ്കൂളിലും സംഘടിപ്പിക്കാമല്ലോ. വാട്ട് ഓൾ ടോപ്പിക്സ് മേ ബി ഡിസ്കസ്ഡ് ഇൻ സച്ച് എ പ്രോഗ്രാംസ്, ഇത്തരം ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ എന്തെല്ലാമായിരിക്കണം. ലിസ്റ്റ് ഔട്ട് യുവർ സജഷൻ, എന്താണ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പട്ടികപ്പെടുത്തുക. ഈ നിങ്ങത്തെ അതായത് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളുടേതായിട്ടുള്ളൊരു ഇത് തോന്നുന്നുണ്ടല്ലോ, അതെന്താണ് എന്തൊക്കെയായിരിക്കും എന്നാണ് ഇവിടെ പറയാൻ പറഞ്ഞത്. ഓക്കെ. ദെൻ പുട്ട് യുവർ doubts in the question box and give it to the resource person who leads the class. It will make the class more effective. എന്താ ഇവിടെ പറയുന്നത്, നിങ്ങളുടെ സംശയങ്ങൾ എന്താണ് ഒരു ചോദ്യപ്പെട്ടിയിൽ ഉൾപ്പെടുത്തിയിട്ട് എന്താണ് ക്ലാസ് നയിക്കുന്നവർക്ക് നൽകുക. അത് ക്ലാസ് കൂടുതൽ ഉപകാരപ്രദമാകാൻ സഹായിക്കുക. റൈറ്റ് എ റിപ്പോർട്ട് ഓഫ് ദ പ്രോഗ്രാം ഇൻ യുവർ സയൻസ് ഡയറി, പരിപാടിയുടെ റിപ്പോർട്ട് എന്താണ് നിങ്ങൾ ബുക്കിൽ എഴുതുക കേട്ടോ. ദെൻ അഡോളസൻസ് എ പീരീഡ് ഓഫ് എ പോസിബിലിറ്റീസ്, കൗമാരം സാധ്യതകളുടെ ഒരു കാലാണ് അല്ലേ. സെൽഫ് എസ്റ്റീം ആത്മാഭിമാനം, ഐഡിയലിസം ആദർശം, ഡിസിഷൻ തീരുമാനങ്ങൾ, ഫ്രണ്ട്ഷിപ്പ് സൗഹൃദങ്ങൾ, ഹോപ്സ് പ്രതീക്ഷകൾ. ഇതൊക്കെ വി ഹാവ് അറൌണ്ട് us many possibilities to develop as good individuals by overcoming challenges. We can create a better tomorrow if we judiciously make use of today's possibilities. എന്താണ് ഇവിടെ പറയുന്നത്, വെല്ലുവിളികളെ അതിജീവിച്ച് നല്ല വ്യക്തികളായി മുന്നേറാനുള്ള നിരവധി സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. വെല്ലുവിളികളെ അതിജീവിച്ചിട്ട് എന്താണ് നല്ല വ്യക്തികളായി മുന്നേറാനുള്ള നിരവധി സാധ്യതകളാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ. ഇന്നിൻ്റെ സാധ്യതകൾ ബോധപൂർവ്വം പ്രയോജനപ്പെടുത്തിയാൽ എന്താണ് മെച്ചപ്പെട്ട നാളെകൾ നമുക്ക് സൃഷ്ടിക്കാനാവും. അപ്പോൾ നല്ല കുട്ടികളായി വളരെ അല്ലേ, നമുക്ക് നല്ല ഡിസിഷൻ എടുക്കുക, നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല പ്രതീക്ഷകൾ, പിന്നെന്താ നല്ല ഒരു ഐഡിയലിസം, പിന്നെ നല്ലൊരു എന്താണ് സെൽഫ് എസ്റ്റീം ആത്മാഭിമാനം ഒക്കെ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി പോയിന്റുകളൊക്കെ എഴുതി വെക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. പിന്നെ എന്താണ് എക്സാമിന് നല്ല ഫുൾ മാർക്ക് തന്നെ എല്ലാവരും വാങ്ങുക കേട്ടോ. ഓക്കെ, താങ്ക് യു.